അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ 2025-26 അധ്യയന വർഷത്തിലേക്കുള്ള നമ്മുടെ മദ്രസയിലെ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളാണ് നിങ്ങൾ ഓരോരുത്തരും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിനു മുമ്പ് നമ്മൾ ചെറിയ ഒരു മീറ്റിംഗ് ഇതുപോലെ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. വളരെ കുറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി നമ്മൾ അവസാനിപ്പിച്ചതാണ്. എന്നാൽ നമ്മൾ അന്നേ സൂചിപ്പിച്ചിരുന്നു, വിശാലമായിക്കൊണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി നമുക്കൊരു ക്ലാസ് വരാനുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതാണ് ഇന്ന് നമ്മൾ ഈ ഒരു ഇരുത്തം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൂടുതൽ ദീർഘിപ്പിക്കാതെ ചില കാര്യങ്ങൾ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞ് നമ്മുടെ ഈ ഒരു മീറ്റിംഗ് അല്ലെങ്കിൽ ഈ ഒരു പ്രോഗ്രാം അവസാനിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. സാധാരണ നമ്മൾ ചെയ്യാറുള്ളത് പോലെ ഒട്ടുമിക്ക ക്ലാസ്സുകൾ നമ്മളിങ്ങനെ സ്ലൈഡുകളൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാവുക. അത് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഒന്ന്, നമ്മൾ കണ്ട് ബോധ്യപ്പെടുക എന്നുള്ളതും രണ്ട്, എഴുതി ബോധ്യപ്പെടുക എന്നുള്ളതും. അപ്പൊ കഴിയുന്നതും നിങ്ങൾ രക്ഷിതാക്കളും ഒരു പേപ്പറും പേനയോ അല്ലെങ്കിൽ ഒരു നോട്ട്ബുക്കും പേനയോ എന്തെങ്കിലും എടുത്തിട്ട് ഞാൻ ഈ പറയുന്ന ഭാഗങ്ങൾ ഒന്ന് എഴുതി പോകുകയാണെങ്കിൽ ഒന്നുകൂടി നിങ്ങൾക്കതൊരു ഉപകാരപ്പെടും എന്ന് ഓർമ്മപ്പെടുത്തണം. അപ്പോൾ വേണമെങ്കിൽ ഞാനൊരു മിനിറ്റ് സമയം തരാം. നിങ്ങൾ ഒരു നോട്ട്ബുക്കും പേനയും ഒന്ന് കയ്യിൽ വെക്കുവോ? ഇതാണ് എല്ലാവരുടെയും അവസ്ഥ. പുറത്തുള്ള ആളുകൾക്ക് ചിലപ്പോൾ സാധിച്ചു കൊള്ളണമെന്നില്ല. അപ്പം എല്ലാവരും വീട്ടിൽ തന്നെ ആയിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ ഒന്ന് എല്ലാവരും ഒന്ന് കൊണ്ടൊന്ന് വന്നാലൊന്ന് പറയും. ഒന്ന് പിന്നെ അൺറൈസ് ചെയ്താലും മതി. ഓക്കെ, രണ്ടാൾക്കാർ ഓക്കെ ആയി. കയ്യിൽ പേനയും നോട്ട്ബുക്കും കയ്യിൽ വെക്കുക. ഇപ്പൊ തൽക്കാലം ഒരു നോട്ട്ബുക്ക് മതി. ഇപ്പൊ നോട്ട്ബുക്ക് വാങ്ങാൻ പോകുന്നും വേണ്ട. ഇപ്പൊ തൽക്കാലം ഒരു നോട്ട്ബുക്ക്. പിന്നെ നമുക്ക് അത് എന്ന് പറയാം കേട്ടോ. നമുക്ക് ഇതിന് നമ്മുടെ മദ്രസക്ക് രക്ഷിതാക്കൾക്ക് മാത്രമല്ല, കുട്ടികൾക്ക് മാത്രമല്ല, രക്ഷിതാക്കൾക്കും ഒരു നോട്ട്ബുക്ക് ആവശ്യമുണ്ട്. അത് പിന്നെ നമ്മളെ ബുദ്ധിമുട്ടിക്കാനല്ല. നിങ്ങൾ അറിയാം, കുറച്ചൊക്കെ ഒരു അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു സ്ഥാപനത്തിലൊക്കെ കുട്ടികളെ പോലെ തന്നെ രക്ഷിതാക്കൾക്കും ചില നിർദ്ദേശങ്ങൾ ഉണ്ടാകും. നമ്മൾ ആ ഒരു ഉദ്ദേശത്തിൽ തന്നെയാണ് നമ്മുടെ മദ്രസയിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ പാരന്റും ആ മദ്രസക്കനുസരിച്ചു കൊണ്ടുള്ള ഒരു ഉന്നതിയിലെത്തണം. ഒരു പക്ഷേ അതിനേക്കാൾ ഉയരത്തിലായിരിക്കും നിങ്ങളിൽ പല ആളുകളും. എങ്കിലും നമ്മുടെ ഒരു സ്ഥാപനം എന്ന നിലക്ക് അതിൻ്റെ ഒരു ഒരു പിന്നെ എന്താണ് ഒരു നമ്മുടെ സ്ഥാപനം എന്ന നിലക്ക് തന്നെ എല്ലാവരും അതിൽ കൂട്ടമായി നിൽക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മുടെ മദ്രസ രക്ഷിതാക്കളോട് ചില ഓർമ്മപ്പെടുത്തലുകൾ, ഇതാണ് നമ്മൾ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ. അത് കേവലം ഒരു പ്രസംഗമല്ല. ഞാൻ ഇപ്പോഴേ പറയുന്നു, ഒരു പ്രസംഗം കേൾക്കണമെന്ന മൂഡിലല്ല നിങ്ങൾ ഇരിക്കേണ്ടത്. നമ്മൾ പരസ്പരം സംസാരിക്കണം. അപ്പൊ നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് പറയാം, യാതൊരു കുഴപ്പമില്ല. ഇത് റെക്കോർഡിംഗ് ഉണ്ട് എന്ന് മാത്രം. അതിനനുസരിച്ചുകൊണ്ട് നിങ്ങൾ പറഞ്ഞാൽ മതി. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ചില ആളുകൾ ഇത് റെക്കോർഡുള്ളത് അറിയാതെ ചിലപ്പോൾ ചില കാര്യങ്ങൾ പറഞ്ഞു എന്ന് വരാം. പിന്നെ അത് നിങ്ങൾ എഡിറ്റ് ചെയ്യോ എന്ന് ചോദിക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടാകും. അപ്പോൾ ഇപ്പൊ നമ്മൾ കുറച്ച് കാര്യങ്ങൾ, അടുത്ത ക്ലാസ് മുതലൊന്നും റെക്കോർഡിംഗ് ഉണ്ടാവില്ല. നിങ്ങൾ ആ ടൈം ഏത് ദിവസമാണോ പറയുന്നത് ആ ദിവസം നിങ്ങൾ അതിനനുസരിച്ചുകൊണ്ട് നിൽക്കുക. നമ്മളടക്കം എല്ലാവരും അതിനനുസരിച്ച് നിൽക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ഇൻഷാ അല്ലാഹ്. ഇപ്പൊ നമ്മുടെ മദ്രസ, അതാണ് ഇന്ന് നമുക്ക് പറയാനുള്ള വലിയ ഒരു ഭാഗം. അത് കേവലം ഒരു മദ്രസയെ പ്രൊമോട്ട് ചെയ്യാനുള്ളതല്ല, മറിച്ച് ചില ചോദ്യങ്ങളുമായിട്ട് തുടങ്ങാൻ പറ്റും. എന്തിനാണ് നമ്മുടെ മദ്രസ നമ്മുടെ മക്കൾക്ക് എന്തിനാണ് നമ്മൾ മദ്രസ പഠിപ്പിച്ചു കൊടുക്കുന്നത്? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? മൈക്കോണാണ്, ആർക്കും പറയാം.
നിങ്ങൾ രക്ഷിതാക്കളാണ്. നമ്മൾ വളരെ എന്താ പറയാ ഒരു ആത്മബന്ധത്തിലൂടെയാണ് പോകേണ്ടത്. ഒരു ദീനീയായ ബന്ധം, ആദർശപരമായ ദീനീയായ മതപരമായ ബന്ധം, അതിനപ്പുറത്തേക്ക് പോകരുത്. ഇനി പറയും, എന്തിനാണ് മദ്രസ പഠനം? എല്ലാരും കൂടി ഒരുമിച്ച് പറഞ്ഞാൽ മനസ്സിലാവില്ല, ഓരോരുത്തർ പറഞ്ഞാൽ ഒന്നുകൂടി നന്നാവും. കുട്ടികൾ ദീനിയായി വളരാൻ, ഇഹപര വിജയത്തിനാണ്. ഓക്കെ, കുട്ടികൾ ദീനിയായിട്ട് വളരാനാണ്. ഓക്കെ, നല്ലൊരു പിന്നെ ഇഹപര വിജയത്തിനുള്ളതാണ്. ഓക്കെ, പിന്നെ മതപരമായിട്ടുള്ള ചിട്ടകളും കാര്യങ്ങളൊക്കെ ചെറുപ്പത്തിലെ അവർക്ക് പറഞ്ഞു കൊടുക്കുക, കർമ്മങ്ങള് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശം. ഓക്കെ ഓക്കെ. അപ്പൊ അതിലൂടെ നമുക്ക് എന്താ കിട്ടാനുള്ളത്? നമ്മുടെ ഒരു കടമയാണല്ലോ രക്ഷിതാക്കൾ അവർ ഇതൊക്കെ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതൊരു. അപ്പൊ അത് അതിനേതായിട്ടുള്ള പഠിച്ചിട്ടുള്ള സ്റ്റാഫിന്റെ ഉസ്താദുമാരെ നേതൃത്വത്തിൽ കിട്ടുമ്പോ അവർക്ക് അത് കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ ഓക്കെ, നല്ല അഭിപ്രായം. മാതാപിതാക്കൾ എന്ന നിലയിൽ നാളെ അള്ളാഹുവിന്റെ അടുക്കൽ അമാനത്തായി ഏൽപ്പിക്കപ്പെട്ട കുട്ടികളെ സംബന്ധിച്ച്, മക്കളെ സംബന്ധിച്ച് ചോദ്യം ചെയ്യപ്പെടുന്നത് രക്ഷപ്പെടാൻ വേണ്ടി പിന്നെ അള്ളാഹുവിനെ പരിചയപ്പെടുത്തുകയും അള്ളാഹുവിന്റെ മതം, അള്ളാഹുവിന്റെ റസൂലിനെയൊക്കെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്തും നാളെ പരലോകത്തും പിന്നെ മക്കളും രക്ഷിതാക്കളും രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ഒരു വഴിയാണ് മദ്രസ പഠനം. ഓക്കെ ഓക്കെ ഓക്കെ, മാഷാ അല്ലാ മാഷാ അല്ലാ, നല്ലൊരു അഭിപ്രായമാണ് സജീഖ പറഞ്ഞത്. പിന്നെ അതേപോലെ തന്നെ ഷഹല ദാവൂദ് അല്ലെ, പിന്നെ അവരുടെ അത് ഉമ്മാന്റെ പേരാണോ അതോ കുട്ടിന്റെ പേരാണോ എനിക്ക് കറക്റ്റ് അറിയില്ല. ഞാന് ഉമ്മയാണ്. ഓക്കെ ഓക്കെ, കുട്ടിന്റെ പേരെന്തായിരുന്നു? ഷഹല ദാവൂദ്, ഷാൻ. ഓക്കെ ഓക്കെ, ഷാൻ. ഓക്കെ, ഷബാസും പിന്നെ വേറെന്തോ അതേ പേരുള്ളവരാണ്, ഷബാസ്, ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഓക്കെ, നല്ല ഒരു അഭിപ്രായങ്ങളാണ് പിന്നെ ഇതുവരെ എല്ലാ രക്ഷിതാക്കളും പറഞ്ഞത്. അപ്പൊ നമുക്ക് എന്നാലും ഒന്നും കൂടി അതിന്റെ ഒരു കുറച്ചും കൂടി ഒന്ന് അതിന് ഉത്തരമാ എന്ന നിലക്ക് പറയാം. ഇവിടെ ടൈപ്പ് ചെയ്ത ആൾക്കാരുണ്ട് കേട്ടോ. ഇൽമ് ലഭിക്കുവാൻ, ദീൻ മനസ്സിലാക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും മദ്രസ പഠനം ഉപകരിക്കും. ഓക്കെ, അഹ്സൻത്. അപ്പൊ നല്ല അഭിപ്രായങ്ങളാണ് രക്ഷിതാക്കൾ. ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഈ ലോകത്തും പരലോകത്തും നമുക്ക് ഉപകാരമുള്ള ഒന്നാണ് മതപഠനം. നമുക്കാവട്ടെ നമ്മുടെ മക്കൾക്കാവട്ടെ. ആ വാചകം അങ്ങനെ തന്നെ മനസ്സിലാക്കുക. ഈ ലോകത്തും ഉപകാരമാണ്, പരലോകത്തും ഉപകാരം. നമുക്ക് വേറെന്തു കൊടുത്താലും ഒരു പക്ഷേ ഈ ലോകത്ത് ചിലപ്പോൾ എന്ത് ചെയ്യും, ഒരു മെച്ചുണ്ട് എന്ന് പറയാം, പക്ഷെ പരലോകത്തേക്ക് അത് ഉപകാരപ്പെടണമെന്നില്ല. എന്നാൽ മതപരമായ കാര്യം പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ രണ്ട് ലോകത്തും നമുക്ക് ഹൈറാണ്. ഞാൻ എത്രയോ രക്ഷിതാക്കള് നമ്മുടെ മുന്നിൽ ഇപ്പൊ കൗൺസിലിങ്ങിനൊക്കെ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പിന്നെ എന്താ പറയാ ഈ കുട്ടികളുടെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വന്ന് ചില കുട്ടികളൊക്കെ ഏതെങ്കിലും ഒരു അഫെയറിൽ കുടുങ്ങി അങ്ങനെ ആകെ ഒരു പ്രശ്നമാകുമല്ലോ. ആ സമയത്ത് വന്നിട്ട് പറയും, ഞാൻ എത്രയോ തവണ അങ്ങനെ വിചാരിച്ചിരുന്നു ഇവർക്ക് വല്ല ദീനിയായിട്ട് വല്ലതും പഠിപ്പിക്കണം, പക്ഷെ അന്ന് ചിന്തിച്ചില്ല, അന്ന് ഇങ്ങനെ ഓരോന്നിന് വിട്ടു, അവസാനം ഇങ്ങനെ ആയിപ്പോയി. ഇവിടെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളെക്കുറിച്ച് ഒരു ബഹുമാനവും പേടിയും ഉണ്ടാവണമെങ്കിൽ അവർക്ക് ദീന് കൊടുക്കുമ്പോഴേ അതുണ്ടാവും. ഞാൻ പറയുന്നത് ഒന്നുകൂടി ശ്രദ്ധിക്കുക. നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ ദുനിയാവിന്റെ എല്ലാം പഠിപ്പിച്ചു കൊടുത്തു, ആ കുട്ടിക്ക് നല്ല ഒരു ജോലി കിട്ടി, വലിയ സമ്പന്നനായി. പക്ഷേ കുറെ കാലം കഴിയുമ്പോൾ നിങ്ങൾക്ക് പ്രായമാകുമ്പോ അവൻ നിങ്ങളെ ഭയപ്പെട്ട് നിങ്ങളെ ബഹുമാനിച്ചുകൊണ്ട് നിൽക്കുമോ, അതല്ല അവനെ ഭയപ്പെട്ടുകൊണ്ട് നമ്മൾ നിൽക്കേണ്ടി വരുമോ? എന്താണ്ടാവുക? കുട്ടികൾക്ക് വെറും ഭൗതികമായ വിജ്ഞാനമാണ് കൊടുക്കുന്നതെങ്കിൽ ഒരു പക്ഷേ നമ്മൾ അവന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കേണ്ടി വരും. എനിക്ക് എന്തെങ്കിലും ഒരു ഇതെടുത്ത് തരുമോ, എനിക്കത് ചെയ്തു തരാൻ പറ്റുമോ, ഞാനൊന്ന് അങ്ങോട്ട് പോട്ടെ, അല്ലെ, എനിക്ക് ഇന്നൊരു കാര്യം വാങ്ങിത്തരുമോ, ഒന്ന് മരുന്ന് വാങ്ങിത്തരുമോ, അല്ലെങ്കിൽ ഇന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകോ എന്നിങ്ങനെ ആ പിന്നെ തൻ്റെ മക്കളോട് അങ്ങോട്ട് പറഞ്ഞ് അവരെ പേടിച്ച് 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 ജീവിക്കേണ്ട ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത്. അല്ലെ, സത്യമല്ലേ? ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ.
ഉണ്ട്. എന്നാൽ നമ്മുടെ കുട്ടിക്ക് നമ്മൾ ദീനി വിജ്ഞാനാണ് പറഞ്ഞു കൊടുത്തത് വിചാരിച്ചു. ഓരോ ദിവസം കഴിയും തോറും, ഓരോ മാസം കഴിയും തോറും, ഓരോ വർഷം കഴിയും തോറും ആ കുട്ടിക്ക് പേടിയാണ്. പടച്ച റബ്ബേ, എൻ്റെ ഉമ്മ പ്രായമായി കൊണ്ടിരിക്കുകയാണ്. അള്ള പറഞ്ഞ കാര്യമുണ്ട്, പ്രായമാകുന്നതിനനുസരിച്ച് കൊണ്ട് അവരെ എത്രത്തോളം പരിഗണിക്കണോ അത് ചെയ്യണം. അതിൻ്റെ ബാധ്യതയാണ്. അവരെനിക്കുള്ള സ്വർഗത്തിന്റെ വാതിലാണ്, അത് ഞാൻ നഷ്ടപ്പെടുത്താൻ പാടില്ല. അവർക്ക് നന്മ ചെയ്തിട്ട് എനിക്ക് സ്വർഗത്തേക്ക് എത്തണം, അവരെ ഞാൻ എപ്പോഴും ബഹുമാനിക്കണം. ഈ ഒരു ചിന്തയാണ് ഒരു ദീന് പഠിച്ച ഒരാൾക്ക് ഉണ്ടാവും, അല്ലെ? ചിലപ്പോഴെങ്കിലും ചോദിക്കാറുണ്ട്. ഇപ്പൊ ഈ അടുത്ത് കുറച്ചാളുകൾ കൂടി ഇരുന്ന് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ വേറൊരു ഭാഗത്ത് ഇങ്ങനെ ഇരിക്കണം. അപ്പൊ എന്നോട് ചോദിച്ചു, ഈ മക്കളുടെ സമ്പത്തിൽ രക്ഷിതാവിന് വല്ല അവകാശമുണ്ടോ എന്ന്. മക്കളുടെ സമ്പത്തിൽ രക്ഷിതാവിന് അവകാശമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞുണ്ട്, മക്കളുടെ സമ്പത്തിലുണ്ട്. ഉണ്ട്. ദീനി ആയിക്കൊണ്ടൊരു മകൻ ജീവിക്കുകയാണെങ്കിൽ ആ മകന്റെ സമ്പാദ്യത്തിൽ അവന്റെ വാപ്പക്ക് അവകാശമുണ്ട്. ഈ പറഞ്ഞതിനടുത്ത് അവന്റെ എല്ലാ സമ്പത്തെടുത്ത് വാപ്പ ചെലവാക്കുക എന്ന അർത്ഥത്തിലല്ല പറയുന്നത്. മറിച്ച് ആ വാപ്പന്റെ ചില കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ ഈ മകൻ എന്ത് ചെയ്യണം? അവന്റെ പരലോകത്തിനു വേണ്ടിയിട്ട് അവൻ ചെയ്യണം. ഈ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്തപ്പോഴാണ് പല ആൾക്കാരും അങ്ങനെ കണ്ടില്ലേ എന്ന് മനസ്സിലാക്കണം. അപ്പൊ ഇവിടെ ദീന് പഠിക്കണ ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർ ഉമ്മാക്ക് കൊടുക്കുന്ന പണത്തിന്റെ കണക്ക്, വാപ്പക്ക് കൊടുക്കുന്ന പണത്തിന്റെ കണക്ക് ഒരിക്കലും തീരൂല. അവര് നോക്കൂല. കാരണം അതിന്റെ പരലോകത്തേക്കുള്ളതാണ്. പരലോകത്തേക്ക് ഞാൻ അവിടെ കണക്ക് വെക്കണ്ട, ഞാൻ എത്ര കൊടുത്താലും എനിക്ക് അവിടെ കിട്ടും. എന്നാൽ ദുനിയാവിന് വേണ്ടി വളർത്തിയ മക്കളാണെങ്കിലോ, ഓരിങ്ങനെ കൊടുക്കുമ്പോ ആ അമ്മാനെ കഴിഞ്ഞ ആഴ്ച ഞാനാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്, അപ്പൊ ചിലവ് 1000 ഉറുപ്പ്യാണ്, എല്ലാവരും അതിന്റെ ഡിവൈഡ് ചെയ്തെടുത്താണ് എനിക്ക് എന്റെ അക്കൗണ്ട് അയക്കും, അല്ലെ? ഉമ്മാന്റെ എത്ര ചെലവുണ്ട്, വാപ്പാന്റെ എത്ര ചെലവുണ്ട്, അതുകൊണ്ട് ഇത്ര പൈസ തരണം. അങ്ങനെ പറയുന്ന ഒരു ലോകത്താണ് നമ്മളുള്ളത്. അപ്പൊ അവിടെ നമ്മുടെ മക്കൾക്ക് ദീന് പഠിപ്പിച്ചു കൊടുത്താൽ തീർച്ചയായും നമുക്ക് എന്തുണ്ട്? അതിലൂടെ ഖൈറുണ്ട്. ഇത് മനസ്സിലായിട്ടുണ്ടോ അല്ലേ? മനസ്സിലായോ? ഓക്കെ, റെഡി? മനസ്സിലാവുന്നുണ്ട്. മനസ്സിലായി. നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ, അവിടെ ശ്രദ്ധിക്കണേ. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാണ്. അപ്പൊ നിങ്ങൾ അശ്രദ്ധമായി പോകരുതാരും. ഇനി ഇസ്ലാമികമായി വളർത്തിയാൽ, മക്കളെ ഇസ്ലാമികമായി വളർത്തിയാൽ നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ്? ഇതൊന്ന് വേഗം എഴുതി, എല്ലാവരും വേഗം എഴുതി. മക്കളെ ഇസ്ലാമികമായിട്ട് വളർത്തിയാൽ നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ എന്താണ്? മക്കളെ ഇസ്ലാമികമായിട്ട് വളർത്തിയാൽ നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ എന്താണ്? മക്കളെ ഇസ്ലാമികമായി വളർത്തിയാൽ നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ. പലതും നിങ്ങൾ നേരത്തെ പറഞ്ഞ പല കാര്യങ്ങളും തന്നെയാണ്. പരലോകത്തിൽ ഖൈറുണ്ടാകും, അല്ലെ? അതൊക്കെ തന്നെയാണ്. അവരുടെ ദുആ പരലോക വിജയത്തിന് കാരണമാകും. പിന്നെ ഇനി എന്തെങ്കിലും പറയാണ്ടെങ്കിൽ പറയാട്ടോ. മൈക്ക് ഓൺ ആക്കണമെങ്കിൽ ഓൺ ആക്കാം, അതല്ല ടൈപ്പ് ചെയ്യണമെങ്കിൽ ടൈപ്പ് ചെയ്യാം. വാക്ക് ഇതാണ്: മക്കളെ ഇസ്ലാമികമായി വളർത്തിയാൽ നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ്? ഇനി അതിലേക്കാണ് നമ്മൾ പോണത്. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചുരുങ്ങിയ വാക്കുകളിലൂടെ പറയാം. കുറേ കാര്യങ്ങളുണ്ട്, നിങ്ങൾക്കറിയാം. അതിൽ ചുരുങ്ങിയ കാര്യങ്ങൾ പറയാണ്. എഴുതി കഴിഞ്ഞോ എല്ലാവരും? ഓക്കെ. എഴുതി കഴിഞ്ഞാൽ നമ്മൾ പറയണേ, മക്കളെ ഇസ്ലാമികമായി വളർത്തിയാൽ നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ. അതിൽ ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയോ? മക്കളുടെ പ്രാർത്ഥന ലഭിക്കുന്നുള്ളതാണ്. മക്കളുടെ പ്രാർത്ഥന ലഭിക്കും. നമ്മൾ ദീനിയായിട്ട് മക്കളെ വളർത്തിയാൽ ആ മക്കൾ നമുക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ശ്രദ്ധിക്കണേ, എല്ലാവരും ശ്രദ്ധിക്കാം. നമ്മൾ മക്കളെ ദീനിയായിട്ട് വളർത്തിയാൽ ആ മക്കൾ എപ്പോഴും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. അല്ലെ? ഈ പ്രാർത്ഥന മക്കൾക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ സാന്ദർഭികമായിട്ട് ഒരു കാര്യം കൂടി പറയാം. നമ്മൾ മക്കളോട് പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് എന്ത് ചെയ്യണം? നമ്മൾ ഒന്ന് ഉറപ്പ് വരുത്തുമാണ് കേട്ടോ. കാരണം നമ്മൾ കുട്ടികളോട് പ്രാർത്ഥിച്ചോ എന്ന് ചോദിക്കുന്നതിനപ്പുറത്തേക്ക് നമ്മളും എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. അപ്പോ നമ്മുടെ മക്കൾ
ദീനിയായിട്ട് വളരുമ്പോൾ സ്വാഭാവികമായിട്ടും അവരെപ്പോഴും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നമുക്കൊരു ചെറിയ പ്രയാസം, നമ്മുടെ ഒരു കണ്ണ് നിറഞ്ഞാൽ അവർക്ക് വേദനയാണ്, അവർക്ക് പ്രയാസമാവും. അതല്ല നമ്മൾ ദുനിയാവിന് വേണ്ടി വളർത്തിയാലോ, നമ്മൾ വളർത്തുമ്പോൾ തന്നെ ഇത് വലുതായിട്ട് വേണം, നല്ല ജോലി വാങ്ങണം, എന്നിട്ട് വേണം എനിക്ക് സ്വസ്ഥമായിട്ടിരിക്കാൻ, അല്ലേ, നീയാണ് വീട് ശരിയാക്കേണ്ടത്, പെങ്ങന്മാരെ കെട്ടിക്കേണ്ടത് എൻ്റെ ഡ്യൂട്ടിയാണെന്നൊക്കെ പറഞ്ഞ് ഫുള്ള് ദുനിയാവ് മാത്രം മക്കളോട് പറയുന്നത്. എങ്കിൽ ആ മക്കൾ നമുക്ക് ഈ ലോകത്ത് ഉപകാരം നൽകണമെന്നില്ല. ഇല്ല, എല്ലാവരും അങ്ങനെയാണെന്നല്ല, പൊതുവെ അതിൽ ഉപകാരം കിട്ടൂല. എന്നാൽ നമ്മൾ അള്ളാഹുവിനെ ഭയപ്പെടുന്ന രൂപത്തിൽ, അള്ളാഹിനെ സ്നേഹിക്കുന്ന രൂപത്തിൽ, അള്ളാഹുവിന്റെ കാരുണ്യം ചോദിക്കുന്ന വിഷയത്തിൽ നമ്മുടെ മക്കളെ പഠിപ്പിച്ചാലോ, ആ മക്കൾ എപ്പോഴും പ്രാർത്ഥിക്കും, റബ്ബേ എൻ്റെ അപ്പാക്ക് പുറത്തു കൊടുക്കണേ, റബ്ബേ എൻ്റെ അമ്മാന്റെ പ്രയാസം മാറ്റണേ. നിങ്ങൾ ചെറിയ ഒരു വിഷമത്തിലാകുമ്പോൾ, എൻ്റെ കാല് വേദനിക്കുന്നു എന്നുകൊണ്ട് പറഞ്ഞിരിക്കുമ്പോഴേക്ക് നിങ്ങൾ അടുത്ത് വന്ന് കാല് ഒഴിഞ്ഞു തരാൻ അവരുണ്ടാകും. കാരണം എന്താ? അവര് പഠിക്കുന്ന ദീനതാണ്. അവരെപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകും. നിങ്ങളുടെ മക്കളുടെ പ്രാർത്ഥന അതെപ്പോഴും ഉണ്ടാകും. മക്കളുടെ പ്രാർത്ഥന മാത്രമല്ല, അതിനനുസരിച്ചു കൊണ്ടുള്ള പ്രവർത്തനങ്ങളും ഉണ്ടാകും. മനസ്സിലാവുണ്ടല്ലേ? റെഡി? അതെ അതെ അതെ. ഓക്കെ, ശരി. എന്നാൽ രണ്ടാമത്തെ കാര്യം എന്താന്ന് വെച്ചാല്, മരിച്ചാലും ബാക്കിയാകുന്ന 3 കാര്യങ്ങളിൽ ഒന്നാണ് നമ്മുടെ മക്കൾ നന്നാവുക എന്നുള്ളത്, അല്ലെ? ഇദാ മാത്തൽ ഇൻസാൻ, ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ, ഇൻഖതഅ അൻഹു അമലുഹു ഇല്ലാ മിൻ സലാസ, 3 കാര്യങ്ങളല്ലാതെ ബാക്കിയെല്ലാം മുറിഞ്ഞു പോകും. അഥവാ 3 കാര്യങ്ങൾ മാത്രമേ ബാക്കിയാവുള്ളൂ, ബാക്കിയെല്ലാം അവർക്ക് പോകും. അതിൽപ്പെട്ട ഒന്നാണ് ഔ വലദിൻ സ്വാലിഹിൻ യദ്ഉ ലഹു, അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സന്താനം. നമുക്ക് വേണ്ടി നമ്മുടെ മക്കൾ പ്രാർത്ഥിക്കുക. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ, അല്ലെ, നമ്മൾ എപ്പോഴാണ് മരിക്കുക നമുക്ക് ആർക്കും പറയാൻ പറ്റൂല. ഓരോ ദിവസവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ, അല്ലെ, ഒരുപക്ഷെ നമ്മളെക്കാൾ പ്രായം കുറഞ്ഞ ആളുകൾ മരിക്കുന്നുണ്ട്, നമ്മുടെ കൂടെ പഠിച്ച ആളുകൾ മരിക്കുന്നുണ്ട്, നമ്മളെക്കാൾ എത്രയോ പ്രായം കുറഞ്ഞ ആളുകൾ, നമുക്ക് പരിചയമുള്ള ആളുകൾ, നമ്മളുമായി വളരെ ബന്ധമുള്ള ആളുകൾ, എത്ര എത്ര ആളുകളുടെ മരണ വാർത്തകൾ നമ്മൾ കേട്ടു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ട്, ആ മരണം വരാനുണ്ട്. ആ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ മക്കളോട് ചോദിക്കണ്ട, എടാ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ എന്ന് ചോദിക്കണ്ട. നമ്മൾ മരിച്ചു കഴിഞ്ഞാലും ആദ്യം നമ്മുടെ കണ്ണിങ്ങനെ അടക്കണ സമയത്ത് അവര് പ്രാർത്ഥിക്കും. നമ്മുടെ മയ്യത്ത് കുളിപ്പിച്ചതിന് ശേഷം അവര് പ്രാർത്ഥിക്കും. നമ്മുടെ മയ്യത്ത് ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ അവരുടെ മനസ്സിൽ ഇങ്ങനെ നിരന്തരമായ പ്രാർത്ഥനകളാവും. നമ്മുടെ മയ്യത്ത് മുന്നിൽ വെച്ചിട്ട് അവർ അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വആഫിഹി വഅഫു അൻഹു എന്നൊക്കെ പറയുമ്പോൾ അവരുടെ ഖൽബ് പടഞ്ഞിട്ട് അവർ പ്രാർത്ഥിക്കും. കേവലം ഒരു വാക്കല്ല, അത് മനസ്സ് തട്ടിയിട്ടുള്ള പ്രാർത്ഥനകൾ ഉണ്ടാകും. അത് കഴിഞ്ഞ് മയ്യത്ത് ഖബറിലേക്ക് ഇറക്കി വെച്ചാലും എല്ലാവരും പോയാലും ഓരവിടെ ഇരിക്കും. അവിടുന്ന് പോന്നു കഴിഞ്ഞാലും പിന്നെയും അവർ നിസ്കാരത്തിന് ശേഷവും അല്ലാത്ത സമയത്തൊക്കെ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. അത് വലിയ ഒരു ഭാഗ്യമാണ്. അത് ഈ മൻഹന്റെ പാരന്റ് ഇല്ലേ അവിടെ? മൻഹന്റെ പാരന്റ് ഇല്ലേ? ഓക്കെ, ശ്രദ്ധിക്കണേ. അപ്പൊ പറഞ്ഞു വന്നത്, എപ്പോഴും നമുക്ക് നമ്മുടെ മക്കളുടെ പ്രാർത്ഥന കിട്ടുന്ന ഒരു കാര്യമാണ് അവരെ ദീനിയായിട്ട് വളർത്തുക എന്നുള്ളത്. നമ്മൾ മരിച്ചാൽ പോലും കിട്ടും. ഇനി മരണപ്പെട്ട് നമ്മൾ സ്വർഗത്തിലേക്ക് എത്തുമ്പോൾ അവിടെ ചെറിയ ഒരു ഭാഗമല്ല നമുക്ക് കിട്ടാനുള്ളത്, നമ്മൾ സ്വർഗത്തിലുള്ള സ്ഥാനം ഉയർത്തി തരുന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്ന റജുല ലതുർഫഉ ദറജതുഹു ഫിൽ ജന്ന, ഒരാളെ സ്വർഗത്തിൽ അയാളുടെ സ്ഥാനം അങ്ങനെ ഉയർത്തും. ഫയഖൂൽ, അപ്പൊ അയാൾ ചോദിക്കും, അന്നഹാദ, എന്തുകൊണ്ട് അത് എനിക്ക് കിട്ടിയത്, എനിക്കെന്താ ഇങ്ങനെ കിട്ടാനുള്ള കാരണം എന്താ? ഫയുഖാൽ, അപ്പോൾ അവനോട് പറയപ്പെടും, ബി ഇസ്തിഗ്ഫാരി വലദിക ലക, അവന് സാധാരണ കിട്ടുന്നതിനേക്കാൾ വലിയ സ്ഥാനങ്ങൾ ഇങ്ങനെ കിട്ടുമ്പോൾ അവൻ ചോദിക്കും, എന്തുകൊണ്ടാണ് എനിക്ക് ഈ അനുഗ്രഹങ്ങൾ കിട്ടിയത് എന്ന് ചോദിക്കുമ്പോൾ അവനോട് പറയപ്പെടും, നിന്റെ കുട്ടി നിനക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ തേടിയിട്ടുണ്ട്, നിന്റെ കുട്ടിയപ്പം അങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു, റബ്ബേ എൻ്റെ അമ്മാക്ക് പുറത്തു കൊടുക്കണേ, റബ്ബേ എൻ്റെ വാപ്പാക്ക് പുറത്തു കൊടുക്കണേ എന്നിങ്ങനെ നിന്റെ കുട്ടി പറഞ്ഞതുകൊണ്ട്, അവൻ ഇസ്തിഗ്ഫാർ തേടിയത് കൊണ്ട് നിനക്ക് സ്ഥാനങ്ങൾ ഇങ്ങനെ കൂട്ടി തന്നതാണ്.
അവിടെ നിന്ന് ആലോചിച്ച് നോക്ക്, നമ്മുടെ കുട്ടികളുടെ പ്രാർത്ഥന നമുക്ക് കിട്ടുന്ന നേട്ടങ്ങളാണ്. ഇനി ഇതൊക്കെ കിട്ടുമ്പോൾ ഇതിന്റെ നേരെ ഒരു വിപരീത വശം ഉണ്ട് കേട്ടോ. നമ്മളിതൊന്നും ചെയ്യണില്ലെങ്കിലോ, നമ്മുടെ മക്കളെ ദീനിയായിട്ട് വളർത്തുന്നില്ലെങ്കിലോ, അവർ ഉപകാരമല്ല ഉപദ്രവമായിട്ടാണ് നമുക്ക് മാറുക. പരലോകത്ത് നമുക്ക് പ്രയാസകരമായി മാറും. ഇൻഷാ അല്ലാഹ് പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് വിശദമായി അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയാം. ഇനി 4ാമത്തെ കാര്യം, ഈ 3 കാര്യങ്ങൾ മനസ്സിലായോ എല്ലാവർക്കും? രക്ഷിതാക്കൾക്ക് മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ, ഇത് ഞാൻ എന്താ വെച്ചാൽ ഓൾറെഡി നിങ്ങൾ മനസ്സിലായി. ക്ലാസ്സുകളിൽ കേട്ടതായിരിക്കും. ക്ലാസ്സുകൾക്ക് അപ്പുറത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് ബോധ്യപ്പെടുക എന്നുള്ളതാണ്. അതിനാണ് ഇത് സ്ലൈഡാക്കി ആ ഹദീസ് കാണിച്ചെന്ന് അതിന്റെ അർത്ഥം ഇവിടെ പറഞ്ഞു തരുന്നത്. കാരണം നമ്മളിത് വെറുതെ ഒരു കേട്ട് അത് എന്തൊക്കെയാലും പഠിച്ചോട്ടെ, എൻ്റെ കുട്ടി എന്തെങ്കിലും പഠിക്കട്ടെ എന്ന് പറയാനല്ല. ഇനി ഞാൻ പറയാൻ പോകുന്ന 10 കാര്യങ്ങൾ ഇതിൽ നിന്നുള്ളതാണ്. ഈ ഒരു 4 കാര്യത്തിൽ നിന്നാണ് പിന്നെ 10 കാര്യങ്ങൾ പറയാനുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് ഗൗരവം കൊടുക്കണം എന്നുള്ളതാണ് പറയുന്നത്. 4ാമത്തെ കാര്യം എന്താന്ന് വെച്ചാൽ, മക്കളുടെ പ്രാർത്ഥനകൾ മാത്രമല്ല അവരുടെ പ്രവർത്തനങ്ങളും നമുക്ക് കിട്ടും. ശ്രദ്ധിക്കണേ, മക്കളുടെ പ്രാർത്ഥന മാത്രമല്ല പ്രവർത്തനങ്ങളും കിട്ടും. എന്താണ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ? മക്കളുടെ പ്രാർത്ഥന മാത്രമല്ല പ്രവർത്തനവും. നേരെ ശ്രദ്ധിക്കുക, ആ വിഷയത്തിൽ വന്ന ഹദീസ് കേട്ടോ. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഇന്ന അത്യബ മാ അകല റജുലു മിൻ കസ്ബിഹി വ ഇന്ന വലദഹു മിൻ കസ്ബിഹി. ഒരാള് കഴിക്കുന്ന ഭക്ഷണത്തിൽ ഏറ്റവും നല്ലത് അവന്റെ അധ്വാനത്തിൽ നിന്നുള്ളതാകും. ഒരാൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഏറ്റവും, അവനിങ്ങനെ യാചിച്ച് നടക്കുക എന്നുള്ളതല്ല, മറിച്ച് അവൻ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഏറ്റവും നല്ലത് അവൻ സമ്പാദിച്ചത് എന്താണോ അതാണ്, അതിൽ നിന്നുണ്ടാകലാണ്. എന്നിട്ട് പറയണം, വ ഇന്ന വലദഹു മിൻ കസ്ബിഹി, അവന്റെ കുട്ടി എന്ന് പറഞ്ഞാൽ അവന്റെ കസ്ബാണ്. അപ്പോൾ ആ മക്കൾ ഉണ്ടാക്കിയതും രക്ഷിതാക്കൾ കഴിക്കാന്ന് പറയുമ്പോൾ ഒരു പ്രശ്നമല്ല. ഒന്ന്, ഈ ഒരു ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന ഒരു വാചകമുണ്ട്. എന്താണെന്നറിയോ? ഒരു കുട്ടിയെ ഒരു രക്ഷിതാവ് വളർത്തുന്നുണ്ട്. ആ കുട്ടിക്ക് ആ രക്ഷിതാവ് എന്തെല്ലാം പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടോ അതിന്റെ ഒക്കെ ഓഹരി അതിൽ ഒട്ടും കുറയാതെ ഈ രക്ഷിതാവിന് കിട്ടും. രക്ഷിതാവ് പഠിപ്പിച്ചു കൊടുത്തു നിസ്കാരം, എങ്കിൽ ആ നിസ്കാരത്തിന്റെ കൂലി എത്ര കാലം ആ കുട്ടി നിർവഹിക്കുന്നുണ്ടോ അതൊക്കെ ഈ രക്ഷിതാവിന്റെ അക്കൗണ്ടിൽ കിട്ടും. ഒരു ധർമ്മം പഠിപ്പിച്ചു കൊടുത്തു, ഒരു സലാം പറയൽ പഠിപ്പിച്ചു കൊടുത്തു, ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ല പഠിപ്പിച്ചു കൊടുത്തു, വലത് കൈ കൊണ്ട് ഉപയോഗിക്കണമെന്ന് പഠിപ്പിച്ചു കൊടുത്തു, ഇങ്ങനെ ചെറുതും വലുതുമായി എന്തെല്ലാം നന്മകൾ പഠിപ്പിച്ചു കൊടുത്തോ അതിന്റെ ഒക്കെ കൂലി ഈ രക്ഷിതാവിനുണ്ടാകും. രക്ഷിതാവ് പഠിപ്പിച്ചു കൊടുത്തു, അതിന്റെ കൂലി രക്ഷിതാവിനുണ്ട്. ഇതേ ഹദീസിന്റെ മറ്റൊരു ഭാഗം കൂടിയുണ്ട്. നമ്മൾ നമ്മുടെ മക്കൾക്ക് ഒരു തിന്മയാണ് പഠിപ്പിക്കുന്നതെങ്കിൽ അപ്പൊ എന്താ ഉണ്ടാവുക? പറ. നമ്മളെ കളവ് പഠിപ്പിച്ചു കൊടുത്തു, എന്തോ ഒരു കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്തു, അത് തൽക്കാലം അങ്ങനെ പറഞ്ഞാൽ മതി, ഉസ്താദ് ചോദിക്കുമ്പോ ഇങ്ങനെ പറഞ്ഞാൽ മതി. നമുക്കൊന്നും ചെയ്യപ്പെടില്ല. അവര് തിന്മ പ്രവർത്തിച്ചു കഴിഞ്ഞാല് അവരുടെ തിന്മ നമുക്ക് കൂടി വരും. മനസ്സിലാക്കിക്കോളി, നല്ല ശ്രദ്ധിച്ചോളിയും. നമ്മളൊരു കളവ് പറഞ്ഞാൽ, നമ്മളൊരു കളവ് പഠിപ്പിച്ചാൽ ആ കുട്ടി ജീവിതകാലത്ത് എത്ര തവണ കളവ് പറയുന്നുണ്ടോ അതിന്റെ ഒക്കെ ഓഹരി നമുക്ക് കിട്ടും. നമ്മളൊരു സിനിമ കാണുമ്പോ നമ്മളെ കുട്ടിനെയും കൂട്ടി നല്ല രസമുള്ള സിനിമയാണെന്നൊക്കെ പറഞ്ഞ് ആ കുട്ടിനെ നമ്മൾ പഠിപ്പിച്ചു. ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്, ചെയ്യുന്നുണ്ടാകും. പക്ഷേ മക്കളെ അതിൽ നമ്മൾ ഇൻവോൾവ് ആക്കി കഴിഞ്ഞാൽ, മക്കളെ കൂടി തെറ്റിലേക്ക് കൂട്ടിയാൽ ആ കുട്ടി എത്ര കാലം തെറ്റ് ചെയ്യുന്നുണ്ടോ അതിന്റെ ഓഹരി നമുക്ക് കിട്ടും. നന്മയും നമുക്കുണ്ട്, തിന്മയും നമുക്കുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കണം. നമ്മുടെ മക്കളോട് കളവ് പറയുമ്പോൾ, നമ്മുടെ മക്കളുടെ മുന്നിൽ തോന്നിവാസങ്ങൾ പറയുമ്പോൾ, നമ്മുടെ മക്കളുടെ മുന്നിൽ നാവിന് ലൈസൻസ് ഇല്ലാതെ വാക്കുകൾ പറയുമ്പോൾ, നമ്മുടെ മുന്നിൽ ദേഷ്യത്തോടു കൂടി നമ്മുടെ മക്കളുടെ മുന്നിൽ ചില വാക്കുകൾ പറയുമ്പോൾ ഒക്കെ പേടിക്കണം. കാരണം നമ്മളാണ് നമ്മുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മക്കളുടെ ഏറ്റവും വലിയ കണ്ണാടി. അത് നമ്മളാണ്. അവരിങ്ങനെ പഠിക്കണത് നമ്മളിൽ നിന്നാണ്, നമ്മളെയാണ് അവർ ഇമിറ്റേറ്റ് ചെയ്യണത്. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഈ വാചകം കാണേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ 4 കാര്യങ്ങൾ നമ്മുടെ മക്കളുടെ ദീനീ പഠനത്തിന്റെ വിഷയത്തിൽ നമ്മൾ ഗൗരവം കാണിക്കുന്നതിന്റെ ആ ഒരു ഭാഗം വിശദീകരിക്കുന്നതാണ്. കാരണം നമ്മൾ ഗൗരവം കാണിച്ചാൽ, നമ്മൾ പ്രാധാന്യം കൊടുത്താൽ തീർച്ചയായും എന്ത് ചെയ്യും, ഈ പറഞ്ഞ മക്കൾ അവരുടെ പ്രാർത്ഥന നമുക്ക് കിട്ടും.
മരിച്ചാലും അവരുടെ പ്രാർത്ഥന ലഭിച്ചുകൊണ്ടിരിക്കും. സ്വർഗത്തിലും നമുക്ക് അവരുടെ പ്രാർത്ഥന കിട്ടിക്കൊണ്ടിരിക്കും. പ്രാർത്ഥന മാത്രമല്ല, അവരുടെ പ്രവർത്തനങ്ങൾ കിട്ടും. ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. നമ്മളിപ്പോൾ അതിലേക്കൊന്നും പോകുന്നില്ല. ഇത്രയും ആമുഖമായിട്ട് പറയാനുള്ള കാരണം ഇനി നമ്മൾ പറയാൻ പോകുന്ന 10 കാര്യങ്ങളെ കുറിച്ച് പറയാനാണ്. നേരെ ശ്രദ്ധിച്ചോ, എന്താണ് ഇനി പറയാനുണ്ട്? രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം. നമ്മുടെ മദ്രസയുമായി ബന്ധപ്പെട്ടുകൊണ്ട് രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതെല്ലാവരും ശ്രദ്ധിക്കട്ടോ. രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട 10 കാര്യങ്ങളാണ് പറയുന്നത്. ഇത് നമ്മുടെ മദ്രസയുമായി ബന്ധപ്പെട്ടിട്ടാണ് പറയുന്നത്. എന്തിനാണ് ഇങ്ങനെ ഒരു ആമുഖം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ ഞാൻ വെറുതെ ഒരു രക്ഷിതാക്കൾ എല്ലാവരും ഇങ്ങനെ ശ്രദ്ധിക്കട്ടോ എന്ന് പറയുന്നതിന് പകരം നിങ്ങൾ ബോധ്യപ്പെടണം, ഇനി പറയാൻ പോകുന്ന 10 കാര്യങ്ങൾ അത് വെറുതെയല്ല. എൻ്റെ കുട്ടി പഠിച്ചാൽ അതിൻ്റെ ഓഹരി എനിക്കുണ്ട്. എൻ്റെ കുട്ടി കളവ് കാട്ടിയാൽ അതിൻ്റെ നഷ്ടം എനിക്കാണ്. എൻ്റെ കുട്ടിയുടെ ഓരോ പഠനവും എനിക്ക് പരലോകത്ത് നേടിത്തരുന്നതാണ്. എൻ്റെ കുട്ടിയുടെ ഓരോ നഷ്ടവും എൻ്റെ ഇഹലോകവും പരലോകവും നഷ്ടപ്പെടുത്തുന്നത്. ആ ബോധ്യപ്പെടലാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. അതിൽ ഒന്നാമത്തെ വിഷയം എല്ലാവരും എഴുതി കഴിഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും എഴുതിയിട്ടുണ്ടല്ലോ അല്ലെ? അടുത്തിലേക്ക് പോട്ടെ. അതെ അതെ, ഓക്കെ ഓക്കെ. ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയോ? നമ്മൾ പ്രാധാന്യം കൊടുക്കുക. മദ്രസ വിദ്യാഭ്യാസത്തിന് ആദ്യം പ്രാധാന്യം കൊടുക്കേണ്ടത് നമ്മളാണ്. നമ്മൾ പ്രാധാന്യം കൊടുക്കണില്ലെങ്കിൽ പിന്നെ കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമില്ല. നേരെ ശ്രദ്ധിച്ചോളി. അതായത് സ്കൂളിൽ ലീവാണ്, എന്നാ പിന്നെ തൽക്കാലം മദ്രസ കൂടി ലീവാക്കാം. സ്കൂളിൽ ലീവായതുകൊണ്ട് നമുക്ക് ടൂറ് പോകാം. മദ്രസ് പ്രശ്നമൊന്നുമില്ല എന്ന് ഉസ്താദിനോട് പറയാം. അത് എല്ലാത്തിനും നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ പെരുമാറ്റത്തിലൊക്കെ എന്ത് വെച്ചാൽ സ്കൂൾ എന്നുള്ളത് എന്താണോ അത് ഭയങ്കര ഗൗരവമാണ്. അത് ഒഴിവാക്കാൻ പറ്റൂല. അത് ഭയങ്കര ടഫാണ്. ഞാൻ ഇത്ര പൈസ കൊടുത്തിട്ടാണ് പഠിപ്പിക്കണേ അല്ലെ? ഇങ്ങനെയൊക്കെ നമ്മൾ സ്കൂളിന്റെ കാര്യത്തിൽ പറയും. മദ്രസന്റെ കാര്യത്തിൽ ഞാൻ ഒരിക്കലും ഇത് നമ്മുടെ മദ്രസ എന്ന നിലക്കല്ല ഞാൻ പറയുന്നത്. മദ്രസ വിദ്യാഭ്യാസം അല്ലെങ്കിൽ മതപഠനത്തിന്റെ വിഷയത്തിൽ നമ്മൾ അതിനെ നിസാരവൽക്കരിച്ചാൽ അതൊക്കെ ഇപ്പൊ തൽക്കാലം പഠിച്ചാൽ മതി. ഉസ്താദ്മാർ അങ്ങനെ പലതും പറയും. ഓർക്ക് പൈസ ഇട്ടുന്ന പരിപാടിയാണ് അല്ല. എങ്ങനെയൊക്കെയാണ് ചില രക്ഷിതാക്കൾ മക്കളോട് പറഞ്ഞു കൊടുക്കാറുള്ളത്. എന്നിട്ട് പിന്നെ കുറെ കാലം കഴിഞ്ഞിട്ട് വരും ഈ പറഞ്ഞ ആൾക്കാർ തന്നെ, കുട്ടി എന്ത് പറഞ്ഞിട്ട് കേൾക്കണില്ല, നിസ്കാരമൊന്നുമില്ല, അപ്പൊ പടച്ചോനൊന്നും ഇല്ല എന്നാ പറയണേ. എവിടുന്നാ ഈ കുട്ടിക്ക് ഇത് കിട്ടിയത്? ഈ രക്ഷിതാവിന്റെ നാവിൽ നിന്നാ കിട്ടണേ. ഇതൊക്കെ ഉസ്താദുമാര് വെറുതെ ഒരുക്ക് പൈസ ഇട്ടാൻ വേണ്ടി പറയണതാണ്. അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റും. നമ്മൾ അതൊന്നും മെയിൻ ചെയ്യേണ്ടതില്ല. ഇതാരോടാ പറഞ്ഞു കൊടുക്കണത്? നന്മയും തിന്മയും തിരിച്ചറിയാത്ത, മതവും പിന്നെ ഭൗതികതയും തിരിച്ചറിയാത്ത, അള്ളാഹിനെ കുറിച്ചോ ദീനിനെ കുറിച്ചോ വ്യക്തമായി അറിവില്ലാത്ത കുട്ടിനോടാ പറഞ്ഞു കൊടുക്കണത്. സ്വാഭാവികമായിട്ടും ആ കുട്ടിന്റെ മനസ്സിലെന്താ, ഇതിനൊക്കെ എത്ര പ്രാധാന്യം മതി അല്ലെ? അങ്ങനെയൊക്കെ തന്നെയാണ് ഉസ്താദ് വെറുതെ പറയണേക്കെ വരും. പാപ്പ പറഞ്ഞല്ലോ ഉസ്താദ് വെറുതെ പറയണം, ഉമ്മ പറഞ്ഞല്ലോ ഉസ്താദ് വെറുതെ പറയണം എന്നുള്ളത്. അപ്പൊ അങ്ങനെയായിരിക്കും ഉണ്ടാകുക. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട് പറയാനുള്ളത്, നിങ്ങൾ മദ്രസക്ക് പ്രാധാന്യം കൊടുക്കണില്ലെങ്കിൽ പിന്നെ നിങ്ങളെ മക്കളെ കിട്ടില്ല. ഞാൻ 100% ഉറപ്പോടുകൂടിയാണ് പറയുന്നത്. നിങ്ങൾ എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ അതിലേറെ നിങ്ങളെ കുട്ടിക്ക് പ്രാധാന്യം ഉണ്ടാവും. അതിന്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പൊ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു രക്ഷിതാവ്, ആ രക്ഷിതാവ് പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, അദ്ദേഹം അവർ പഠിക്കാൻ റെഡിയാണ്. അതേപോലെ തന്നെ മക്കൾ ഇരിക്കുന്ന ക്ലാസ്സിൽ അവരും ഇരിക്കാറുണ്ട്. മക്കള് ക്യാമറ ഓൺ ആകുമ്പോൾ രക്ഷിതാവിന് ഞാൻ കാണാറുണ്ട്. അപ്പൊ അവരെന്താണ്, പഠിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പൊ കുട്ടി പഠിക്കണം എന്ന ഒരു ആഗ്രഹം രക്ഷിതാവിന് ഉണ്ടാകുമ്പോൾ, നമ്മൾ അതിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ കുട്ടി എല്ലാത്തിലും ഉഷാറാകും, ഒരുപാട് ഉന്നതിയിലെത്തും. കാരണം ആ കുട്ടിയുടെ മനസ്സിൽ എൻ്റെ രക്ഷിതാവിന്റെ കൂടെ ഇരിക്കുന്നുണ്ട്, അപ്പൊ എത്രയോ ഗൗരവപ്പെട്ടൊരു കാര്യമാണ്. അല്ലെങ്കിൽ എൻ്റെ വാപ്പ ഇരിക്കൂലല്ലോ അല്ലെ? നമ്മൾ സ്കൂളിന്റെ ഒക്കെ കാര്യമാണെങ്കിൽ അവിടെ അടുത്ത് പോയിട്ട് ഞാൻ എഴുതി തരാം, ഞാൻ അങ്ങനെ ആക്കി തരാന്ന് പറയും. മദ്രസിന്റെ എത്തുമ്പോഴോ അത് വേണമെങ്കിൽ പഠിച്ചോ, അത് പിന്നെ ആക്കണോ, അല്ലെങ്കിൽ ടീച്ചറോട് എന്തെങ്കിലും പറഞ്ഞാൽ മതി. എങ്ങനെ നമ്മളോട് ഒപ്പിച്ചാൽ കുട്ടിയും ഒപ്പിക്കാൻ തുടങ്ങും. അതുകൊണ്ട് പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് ഒന്നാമത്തെ കാര്യം, നിങ്ങൾ മദ്രസ വിദ്യാഭ്യാസത്തിന്, മദ്രസക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുക. മനസ്സിലാവുന്നുണ്ടോ അല്ലേ? അതെ അതെ, മനസ്സിലാവുന്നുണ്ട്. എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ. ഇത് നിങ്ങൾ ആ പ്രാധാന്യം കൊടുക്കുമ്പോൾ നിങ്ങൾ എല്ലാത്തിനും അഡ്ജസ്റ്റ് ചെയ്യാൻ തുടങ്ങും, പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിൽ. അല്ലെങ്കിലോ എല്ലാം കഴിഞ്ഞിട്ടൊരു അഡ്ജസ്റ്റ്മെന്റ് മാത്രമാവും നമ്മളെ മദ്രസ.
അപ്പൊ അത് ഉണ്ടാവരുത്. ഞാൻ തുടക്കത്തിലേ ഇത് പറയുന്നത്, നമുക്കിടയിൽ ഒരു പിണക്കം ഉണ്ടാവരുത്. നമ്മൾ ഈ പറയുന്നത് ഒന്നും ആവൂല. നമ്മൾ കുറച്ച് ഇതിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ ഇങ്ങനെ അടിക്കടി ലീവ് പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യും, അത് പറ്റൂല എന്ന് തന്നെ പറയും. അപ്പൊ ചിലപ്പോൾ നിങ്ങൾ എന്താ നമ്മളെ ഒഴിവാകാണെന്ന് അറിയാം, ആയിക്കോട്ടെ എന്നും പറയും. അത് അഹങ്കരിച്ചുകൊണ്ടല്ല. നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ നമ്മുടെ മദ്രസ നല്ല രൂപത്തിൽ പോകണമെന്ന്? ഉണ്ടോ? അല്ലേ? ഉണ്ട്. ഉണ്ട്. അപ്പൊ ഉണ്ട് അവിടെ ഉണ്ട് നമ്മള് നിങ്ങൾ പറയുന്ന പോലെ ഇങ്ങനെ എല്ലാം കേട്ട് നിൽക്കണോ, അതല്ല നമ്മൾ പറയുന്നത് നിങ്ങൾ കേട്ടിക്കണോ? ഏതാ വേണ്ടേ? നിങ്ങൾ പറയുന്നത് നമ്മൾ വെക്കും. ഓപ്പൺ ആയിട്ട് ചോദിക്കുകയാണ്. അതായത് നിങ്ങൾ പറയുന്നതിനനുസരിച്ച് അങ്ങനെ ഓരോന്ന് മാറ്റാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ചില ആൾക്കാർ എന്ത് ചെയ്യും, ഇനി കുട്ടിക്ക് നാളെ ട്യൂഷൻ ഉണ്ട് അതുകൊണ്ട് മദ്രസ നാളെ ഒഴിവാക്കി തരുമോ, അല്ലെങ്കിൽ കുട്ടി അടുത്ത ദിവസം ഞങ്ങളൊരു ടൂർ പോകുന്നുണ്ട് അപ്പൊ മദ്രസ ഒഴിവാക്കി തരുമോ, അല്ലെങ്കിൽ ഇന്ന സമയം ഒന്ന് മാറ്റി തരുമോ, ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മദ്രസ നല്ലക്ക് പോവുമോ? പോവുമല്ലേ? ഇല്ല. ഇല്ല. അപ്പൊ ഇല്ല, അവിടെ പോവില്ല നമ്മൾ പോവില്ല. ചില നിയമങ്ങൾ പറയും, അത് നിങ്ങൾ നിർബന്ധമായും പാലിക്കണം. അത് നിങ്ങളോട് സ്നേഹമുള്ളത് കൊണ്ടാണ്, നിങ്ങൾ ആരെയും പ്രയാസപ്പെടുത്തണം എന്ന ഉദ്ദേശം നമുക്ക് ഒരിക്കലുമില്ല. നിങ്ങൾ എത്ര ആഗ്രഹിക്കുന്നുണ്ടോ അതേപോലെ നമ്മൾ എന്ത് ചെയ്യും, നിങ്ങളുടെ മക്കള് ദീനിലെത്തണം അല്ലെങ്കിൽ ദീനിയായിട്ട് പഠിക്കണം എന്ന ആഗ്രഹത്തിലാണ്. ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ വിഷയം, ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാര്യം ശ്രദ്ധിച്ചോ, സമയത്ത് തന്നെ ജോയിൻ ചെയ്യണം. നമ്മുടെ മദ്രസക്ക് ഒരു ടൈം ഉണ്ടാകും. ഇപ്പൊ വൈകുന്നേരത്താണെങ്കിൽ 7 മണി, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ 7:15, കാരണം ഇപ്പോൾ പിന്നെ മഗ്‌രിബ് നമസ്കാരം വൈകുന്നത് കൊണ്ടാണ് 7:15 നോക്കുന്നത്. അപ്പൊ 7:15 മുമ്പ് തന്നെ ടീച്ചേഴ്സ് അതിന്റെ 5 മിനിറ്റ് മുമ്പ് തന്നെ അവരെന്ത് ചെയ്യും, ഈ ലിങ്ക് പോസ്റ്റ് ചെയ്യും. കൃത്യം എപ്പോഴാണോ സമയം പറഞ്ഞത്, 7 മണിയാണെങ്കിൽ 7 മണി, 7:15 ആണെങ്കിൽ 7:15, ഇനി 6:45 രാവിലെ ആണെങ്കിൽ 6:40 ആ സമയത്താണെങ്കിൽ അതിന്റെ മുമ്പ് തന്നെ കുട്ടി കയറിയിട്ടുണ്ടാവണം. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ 6:30 മണിക്ക് കുട്ടി ഉറങ്ങി എണീക്കുക, എന്നിട്ട് പിന്നെ പല്ലൊക്കെ തേച്ച് നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു 7 മണിയാകുമ്പോൾ അങ്ങനെ കയറി വരും. എന്തേ? അത് നിസ്കരിക്കാൻ വേണ്ടി ഇന്നതാ. ആ കുട്ടിയുടെ 20 മിനിറ്റ് ഞങ്ങൾ കളഞ്ഞത്. 20 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങൾ ആ കുട്ടിക്ക് പഠിക്കാനുണ്ടെന്നറിയും. എന്താ അതിലിപ്പോ പഠിപ്പിക്കാനുള്ളത്? 20 മിനിറ്റ്, കുട്ടിന്റെ ഒരു 20 മിനിറ്റ് അല്ലേ? അല്ല. അവിടെ ഞങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണ ഒന്നാമത്തെ കാര്യമുണ്ട്, ദീനാണ് പഠിക്കണത്. അവിടെ നേരത്തെ എത്തണം എന്നുള്ള ഒരു കാര്യം നമ്മുടെ നാവ് കൊണ്ട് തന്നെ നമ്മൾ ഇല്ലാതാക്കി. ആ കുഴപ്പമൊന്നുമില്ല, ടീച്ചർ എത്താൻ നേരം വൈകും, അല്ലെങ്കിൽ അത് തുടങ്ങാൻ നേരം വൈകും, കുട്ടികളെല്ലാവരും എത്തണ്ടേ എന്നിട്ടല്ലേ തുടങ്ങുള്ളൂ, അതുകൊണ്ട് മെല്ലെ കയറിയാൽ മതി, ചായയൊക്കെ കുടിച്ചിട്ട് മെല്ലെ മതി. പറ്റൂല. മഗ്‌രിബിന്റെ സമയത്ത് ഇതേ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. രാത്രിക്കത്തെ ക്ലാസ്സിന്റെ കാര്യം പറയണത്. അവിടെ ഒരു ടൈം വെച്ചാൽ ആ ടൈമിന് നിർബന്ധമായിട്ടും അതിന് മുമ്പ് തന്നെ നമ്മൾ കയറിയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്താം. 1 മിനിറ്റ് നിങ്ങൾക്ക് വൈകിയാൽ ആ കുട്ടിക്ക് നിങ്ങൾ കൊടുക്കുന്ന ഒരു നെഗറ്റീവ് ചിന്ത ഉണ്ട്, അത് വൈകിയാലും കുഴപ്പമൊന്നുമില്ല. അടുത്ത ദിവസവും വൈകി, പിറ്റത്തെ ദിവസം അത് കുഴപ്പമില്ല, ടീച്ചർക്ക് മനസ്സിലായി ഇവർ ആ കുട്ടി നേരം വൈകിട്ടേ വരുള്ളൂ. അങ്ങനെ ആക്കരുത്. ഇത് മനസ്സിലാവുണ്ടല്ലേ? മനസ്സിലാവുന്നുണ്ട്. അത് ജോയിൻ ചെയ്യാന്ന് മാത്രല്ല, സാന്ദർഭികമായിട്ട് ചിലപ്പോൾ എന്ത് ചെയ്യും, കുട്ടികൾക്ക് ചിലപ്പോൾ നെറ്റ് പ്രശ്നമാകുമ്പോൾ എന്ത് ചെയ്യും, ലെഫ്റ്റ് ആവും. വീണ്ടും ജോയിൻ ചെയ്യണം. നിങ്ങൾ ഒരു കുട്ടി പിന്നെ അവിടെ കളിക്കണ കണ്ടേ ഞങ്ങൾ അപ്പം നോക്കണം, ഇതെന്താ ക്ലാസ് ഇല്ലേ എന്ന് നോക്കണം. ഞാനത് കുട്ടികൾ എല്ലാവരും ചിലപ്പോൾ നമ്മളെ ആ ഒരു മാനസികാവസ്ഥയിലൊന്നും ആവണം എന്നില്ല. ഓരിങ്ങനെ ഒരു ദിവസം ലീവ് കിട്ടിക്കഴിഞ്ഞാൽ അത്രയും ഹൈർ എന്ന് വിചാരിക്കുന്ന ആൾക്കാരൊക്കെ. അപ്പൊ അവര് പിന്നെ നെറ്റ് കട്ടായി എന്ന് പറഞ്ഞിട്ട് വേഗം ഒഴിവാകും. സത്യത്തിൽ ഒന്ന് ഓഫ് ആക്കിയിട്ട് വീണ്ടും ഓൺ ആക്കിയാൽ ചിലപ്പോൾ കിട്ടും, പക്ഷെ അത് ചെയ്യൂല കുട്ടികൾ. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഓരങ്ങനെയാണ്, ഓരോ മനസ്സെങ്ങനെയാണ്. എന്നാൽ നമ്മൾ അങ്ങനെയാകാൻ പാടില്ല. നമ്മൾ പരമാവധി ഇനി ആ ഫോണിൽ എന്നാ പിന്നെ മറ്റേ ഫോണിലേക്ക് ആ ലിങ്ക് ഒന്ന് അയക്കാം, എന്നിട്ട് അതിന് കയറിക്കോട്ടെ. ഇതിലെ നെറ്റ് തീർന്നൊന്ന് അതിലേക്ക് കയറിക്കോ. എത്ര മണിയാണോ പറഞ്ഞത്, 7 to 8:20 ആണെങ്കിൽ ആ 8:20 ക്ലാസ് അവസാനിച്ചു എന്ന് പറയാതെ അതിന് ഇറങ്ങാൻ പാടില്ല. സമയത്ത് ജോയിൻ ചെയ്യും വേണം, അത് പൂർണ്ണമായിട്ടിരിക്കണം. ചില കുട്ടികളുണ്ട്, ഞാൻ ഓതിക്കൊടുത്തു അതുകൊണ്ട് ഞാൻ വേഗം ഇറങ്ങിയാൽ, അത് പറ്റൂല. അത് പറ്റൂല. അങ്ങനെ പറ്റുമോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? ഞാൻ ഒരു നിയമമാക്കി പറയണ്ട. അങ്ങനെ കഴിഞ്ഞ ആൾക്കാരൊക്കെ ഇറങ്ങി പോകാൻ പറ്റുമോ? ഇല്ല. പറ്റില്ല. അപ്പൊ നമ്മളും അത് പറയരുത്. നിങ്ങൾ ഉസ്താദ് ഏതാ ഇവരെ വേഗം ഒന്ന് ഓദിപ്പിക്കുക, എന്നിട്ട് ഞങ്ങൾക്കൊന്ന് യാത്ര പോകാണ്ട്, ഞങ്ങൾക്കൊന്ന് ടൗണിൽ പോകാണ്ട്, അതുകൊണ്ട് വേഗം ഒന്ന് ഓരതൊന്ന് നോക്കുക. ഇതൊക്കെ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു ചിന്തയാണ്.
അതായത് ചില ആൾക്കാർ ഓൺലൈൻ മദ്രസ എന്ന് പറയുമ്പോൾ തന്നെ എന്താ അറിയോ, അത് നമുക്ക് അനുസരിച്ചിട്ട് എന്ത് ചെയ്യാം, അത് ടീച്ചർ എങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, മെല്ലെ മെല്ലെ മാറ്റി കൊടുക്കുക, അല്ലെങ്കിൽ അതിനനുസരിച്ച് പോകാനുള്ളിടത്തൊക്കെ പോകാം, ഇരിക്കാനുള്ളിടത്തൊക്കെ ഇരിക്കുക, ഇടക്ക് നേരത്തെ ആക്കുക, ഇടക്ക് നേരം വൈകിട്ടാക്കുക. അത് നമുക്ക് പറ്റില്ല. നമ്മൾ അങ്ങനെ തീരുമാനിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ സ്വാഭാവികമായിട്ടും നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു ചിന്തയുണ്ട്. എല്ലാം കഴിഞ്ഞ് ഒരു 2ാം നമ്പർ മാത്രമേ ഈ ഖുർആനിനും ഹദീസിനും പഠനത്തിനും ദീനിനും അള്ളാഹ്ക്കൊക്കെ കൊടുക്കേണ്ടതുള്ളൂ എന്ന ഒരു ചിന്ത വരും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. അത് മറക്കരുത്. അത് നമ്മൾ കൃത്യമായിട്ട് സമയത്ത് തന്നെ ജോയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക, നമ്മുടെ മക്കളെ പരിശ്രമിപ്പിക്കുകയും ചെയ്യുക. ഓക്കെ, ഇനി മൂന്നാമത്തെ കാര്യം കേട്ടോളിയും, അനാവശ്യമായി ലീവാക്കാൻ പാടില്ല. ശ്രദ്ധിക്കണേ, അനാവശ്യമായി ലീവാക്കാൻ പാടില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, അത് ചെറിയ ഒരു പ്രയാസം വരുമ്പോഴേക്ക് വേഗം ഇന്ന് ലീവ് ഉണ്ടാവില്ല. ഞാൻ ലീവ് പറയേണ്ട രൂപം കൂടി പറഞ്ഞുതരാം. ഗ്രൂപ്പിലിട്ടിട്ട് ഇന്ന് പാത്തുമ്മ ഉണ്ടാവില്ല എന്നല്ല പറയണ്ടേ. അതല്ല ലീവ്. അത് ലീവാണോ? അങ്ങനെയാണോ ലീവ് പറയാം? എന്താ നിങ്ങളുടെ അഭിപ്രായം? അല്ല അല്ല നിങ്ങൾ പറയാം, അങ്ങനെയാണോ? നിങ്ങളുടെ സ്കൂളിൽ എങ്ങനെ ലീവ് പറയില്ല? സത്യത്തിൽ എങ്ങനെ ലീവ് പറയാം? സ്കൂളിൽ ടീച്ചറിനെ എങ്ങനെയാണ് ടീച്ചറിനെ വിളിച്ച് വിളിച്ചു പറയാ എന്നുള്ളതൊരു മര്യാദയാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ഡയറി ഉണ്ടാക്കണം. അതിന്റെ ഇപ്പൊ കുറച്ച് നേരം വൈകിയ ഉള്ള കാരണം എന്താ വെച്ചാൽ അത് ഏൽപ്പിച്ചിട്ട് ഈ ചെങ്ങായിമാരെ എന്ത് ചെയ്തിട്ടില്ല, ഫുള്ളാക്കിയിട്ടില്ല. ഞാൻ ആ ഡയറി ഇവിടെ ഉണ്ടായിരുന്നു. ഒരു ഡയറിയാണ് ഇതിങ്ങനെ ഒരു കാണുന്നുണ്ടല്ലോ എല്ലാവർക്കും. ഡയറി, ഓരോരുത്തരുടെ പേര്, പിന്നെ കുട്ടികളോടുള്ള നിർദ്ദേശങ്ങൾ, രക്ഷിതാക്കളോടുള്ളത്, പിന്നെ ഫീസിന്റെ കാര്യങ്ങൾ, പിന്നെ അതേപോലെ തന്നെ എങ്ങനെയാണ് ഈ നിർദ്ദേശങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട്, പിന്നെ ലീവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ, പിന്നെ ഇവിടെ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ കുട്ടിയുടെ നമസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാരണങ്ങൾ, കുട്ടികളുടെ അവധി അപേക്ഷ, ഏത് ദിവസമാണ് അവധി ഉണ്ടായത്, അതിൽ രക്ഷിതാവിന്റെ പേരും ഒപ്പും ഇടണം. ഇവിടെ രക്ഷിതാവിന്റെ പേരാണ് ഒപ്പിടണ്ടേ, കാരണം അധ്യാപകൻ എന്തില്ല, നിങ്ങൾ എടുത്തിട്ട് ഫോട്ടോ എടുത്തിട്ട് അയച്ചാൽ മതി, മനസ്സിലാവണ്ടേ. പിന്നെ ഇവിടെ കുട്ടിയുടെ നിസ്കാരം വിലയിരുത്തൽ, സുബൈ അങ്ങനെ ഓരോ ദിവസം, ജൂണ്, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, ഇങ്ങനെ ഓരോ മാസത്തിന്റെ ഉണ്ടാകും. ശ്രദ്ധിക്കണ്ടല്ലോ. ഓക്കെ, ഇതെല്ലാം ഉണ്ട്. ഇതിപ്പോ കുട്ടികൾക്ക് അയച്ചിട്ടില്ല. ഇൻഷാ അല്ലാഹ് നമ്മളെ ഫാമിലി മീറ്റിന്റെ സമയത്ത് എന്ത് ചെയ്യും, ഇത് നിങ്ങളുടെ കയ്യിൽ തരും ഇൻഷാ അല്ലാഹ്. അപ്പോ പറഞ്ഞു വന്നതിന്റെ ചുരുക്കം, നമ്മൾ ഈ ഒരു എന്താണ് ലീവിന്റെ ഒരു കാര്യം നമ്മൾ കേവലം ഒരു ഗ്രൂപ്പിലിടലല്ല വേണ്ടേ. അത് നിങ്ങൾ ടീച്ചേഴ്സിനോട് പ്രത്യേകിച്ച് പറയണം. അത് നിങ്ങൾ തന്നെ പറയണം. കുട്ടികൾ എൻ്റെ അമ്മ പറഞ്ഞു ഇന്ന് എനിക്ക് ലീവാണെന്ന് പറഞ്ഞിട്ട് കാര്യമല്ല. അവിടെ നിങ്ങൾ തന്നെ പറഞ്ഞു എൻ്റെ കുട്ടിക്ക് ഇന്ന പ്രശ്നമായത് കൊണ്ട് ഇന്ന് ലീവായിരിക്കും, അല്ലാതെ പറ്റൂല. ഞാൻ ഇത്രയും ഇത് ടഫാക്കി പറയുന്നത്, കുറച്ച് കാർക്കശ്യത്തോടു കൂടി പറയുന്നത്, നമ്മളത് ഗൗരവത്തിലെടുക്കണം എന്ന ഉദ്ദേശത്തിൽ മാത്രമാണ്. നിങ്ങളെ പ്രയാസപ്പെടുത്താനല്ലേ അല്ല നിങ്ങൾക്ക് തോന്നിയ പോലെ അങ്ങനെ ഗ്രൂപ്പിലൊക്കെ ഇട്ടാൽ മതി, അല്ലെങ്കിൽ ഇന്ന് ഉണ്ടാവൂല എന്ന് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ അത് വിളിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, അങ്ങനെയൊക്കെ മതിയോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾ പറഞ്ഞോളി. അങ്ങനെയൊക്കെ മതി. പിന്നെ അങ്ങനെയാക്കാം, പ്രശ്നമൊന്നുമില്ല. എന്താ വേണ്ടേ? ആദ്യം പറഞ്ഞു അത് ഷമായാസർ മാത്രമേ പറഞ്ഞുള്ളൂ, ബാക്കിയുള്ളവരും മുണ്ടണില്ല. ഉസ്താദ് പറയുന്ന ശരി. രണ്ടാളായി. ഓക്കെ, അപ്പോ ആർക്കും എതിരഭിപ്രായം ഇല്ല എന്ന് വിചാരിക്കുന്നു. അതെന്താന്ന് വെച്ചാൽ നിങ്ങൾ ലീവ് ആക്കണ്ട എന്നല്ല, കുട്ടിക്ക് പനിയാണ്, നമുക്ക് പറയാം. കുട്ടിക്ക് തല പൊങ്ങണില്ല, കുട്ടി ആകെ തളർന്ന് കിടക്കാണ്, അവിടെ ക്ലാസ് കയറണമെന്ന് നമ്മൾ ആരും പറയില്ല, നമ്മളൊക്കെ മനുഷ്യന്മാരാണ്. അപ്പൊ നിങ്ങൾ പറയേണ്ടതിന്റെ കുട്ടിക്ക് തീരെ വയ്യ, കുട്ടി ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോയിക്കാണ്, അല്ലെങ്കിൽ ഇപ്പൊ വന്നിട്ടുള്ളൂ, ഒരു അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ്, അതുകൊണ്ട് ഇന്ന് ഉണ്ടാവില്ല. നിങ്ങൾ പറഞ്ഞാൽ മതി, പ്രശ്നം തീർന്നു, അത്രേ ഉള്ളൂ. ഓക്കെ, അത് നിങ്ങൾ ബോധ്യപ്പെടുത്തണം. അത് ടീച്ചേഴ്സ് എന്ത് ചെയ്യും, അവർക്ക് ഒരു അറ്റൻഡൻസ് രജിസ്റ്റർ ഉണ്ടാകും, അവരതിൽ അറ്റൻഡൻസ് ഇടുകയും ചെയ്യും. ചിലത് ലീവ് ആണെങ്കിൽ ലീവ് എന്നിടും. മറ്റേത് നമ്മൾ ഒരു ടെക്സ്റ്റ് കൊണ്ട് മാത്രം ഒഴിവാക്കരുത്, കാരണം അത് നിങ്ങൾ ആ ഒരു ഗൗരവത്തിൽ തന്നെ കാണണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തണം. 4ാമത്തെ കാര്യം, നിർബന്ധമായും ക്യാമറ ഓൺ ചെയ്യണം. കുട്ടി ക്ലാസ്സിലിരിക്കുമ്പോൾ നിർബന്ധമാണ് ആ കുട്ടി ക്യാമറ ഓണാക്കുന്നതിന് വരെ നമ്മൾ മാർക്ക് കൊടുക്കുന്നുണ്ട്.
മാർക്കാറിന് അതിനെ പഠനത്തിലെ മാർക്കല്ല, നമ്മളെല്ലാം കൂടി നോക്കിയിട്ടാണ് കുട്ടിയെ ബെസ്റ്റ് സ്റ്റുഡന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇത്തവണ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ കൊല്ലം ചില കുട്ടികളൊക്കെ നമ്മൾ തിരഞ്ഞെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ക്യാമറ ഓൺ ആക്കുക എന്നുള്ളത് പ്രധാനമാണ്. ക്യാമറ ഓഫ് ചെയ്ത് കുട്ടികൾ ഇരിക്കാനേ പറ്റൂല. നിങ്ങൾ ഉറപ്പിക്കണം, നിങ്ങളെ കുട്ടിയെ ഒന്ന് നോക്കുമ്പോൾ ക്യാമറ ഓൺ ആക്കിയിട്ട് തന്നെയാണോ കുട്ടി ഇരിക്കണേ എന്നുള്ളത് നിങ്ങൾ നോക്കണം. ക്യാമറ ഓൺ ആക്കണില്ലെങ്കിൽ ഇപ്പൊ അതിൽ ആരൊക്കെ എന്തൊക്കെ ചെയ്യണം എനിക്കൊരു പിടുത്തമല്ല. ഞാൻ ക്യാമറ ഓൺ ആക്കിയത് കൊണ്ട് തന്നെ ഇന്റെ കാര്യം ഞാൻ എന്താ ചെയ്യണമെന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് ധാരണ ഉണ്ടാവും. എന്നാൽ നിങ്ങൾ ഓരോരുത്തരും എന്താ ചെയ്യുന്നുണ്ടാകുക? ചില ആൾക്കാർ ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ടാവും, ചില ആൾക്കാർ അവിടെ ഇരുന്ന് വർത്താനം പറയുന്നുണ്ടാവും, ചില ആൾക്കാർ അതിന്റെ അടിയിലിരുന്ന് വന്ന് എത്തി വെക്കുന്നുണ്ടാകും, ചില ആൾക്കാർ കുട്ടികളൊപ്പം ഇരുന്ന് കളിക്കുന്നുണ്ടാകും, ചില ആൾക്കാർ ഹെഡ്സെറ്റ് വെച്ച് കേൾക്കുന്നുണ്ടാകും, ചില ആൾക്കാർ പുറത്തിരുന്ന് കാറ്റുകളുണ്ടാകും, ചില ആൾക്കാർ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോഴായിരിക്കും കേൾക്കുന്നുണ്ടാകുക. ഇതൊക്കെ ഉണ്ടാകും. പക്ഷെ കുട്ടികളുടെ കാര്യം അതല്ല, നിർബന്ധമായും ക്യാമറ ഓൺ ചെയ്യണം, അല്ലാതെ പറ്റൂല. ഓക്കെ, ശ്രദ്ധിക്കണ്ടല്ലോ. റെഡി? എന്നാ ഇനി അഞ്ചാമത്തെ കാര്യം, കഴിഞ്ഞ കൊല്ലൊക്കെ നമ്മൾ കണ്ട ഒരു വലിയ പ്രശ്നമാണ്. ക്ലാസ് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ കാണാം കുട്ടി ഇരുന്ന് ഇങ്ങനെ ചോറുന്നാണ്. അത് പറ്റൂല. ഹേയ്, നിങ്ങൾ ഭക്ഷണമൊക്കെ നേരത്തെ കൊടുക്കുക. കുട്ടികൾ കഴിക്കാനാണോ നേരത്തെ കൊടുക്കുക. ഇനി കുട്ടി നേരം വൈകിട്ടാണോ അത് കഴിഞ്ഞിട്ട് കഴിക്കാന്ന് പറയാം. 1 മണിക്കൂറും കൊണ്ടൊന്നും എന്ത് ചെയ്യൂല, ഒരിക്കലും മരിച്ചു പോവില്ല. ഞാൻ അത് ആക്ഷേപിച്ച് പറയല്ല. നിങ്ങൾ നോക്കുക, ചെറിയ കുട്ടികളുടെ ഒരു മാനസികാവസ്ഥകളെന്ന് ആലോചിക്കുകയാണ്. ഇപ്പൊ ഞാനിപ്പോ നിങ്ങളോട് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ ജ്യൂസൊക്കെ ഇങ്ങനെ കുടിക്കുക, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പപ്സ് എന്തെങ്കിലുമൊക്കെ തിന്നുക, അല്ലെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ കടിച്ചിങ്ങനെ തിന്നണോ, നിങ്ങൾക്ക് അതെങ്ങനെയായിരിക്കും ഫീൽ ചെയ്യുക? ഇയാളെന്താ ഇങ്ങനെ ക്ലാസിന്റെ അടിയിൽ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കണേ അല്ലേ? എങ്കിൽ ആ അധ്യാപകർ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുട്ടി ഇതിങ്ങനെ തിന്നുക, മറ്റേ കുട്ടികൾ ഇങ്ങനെ നോക്കുക, ഒരു ക്യാമറയിൽ ഇത് കാണുന്നുണ്ട് അല്ലേ? അപ്പൊ ഓരും പോയി തിന്നാൻ തുടങ്ങും. അത് ചെയ്യരുത്. എന്നാൽ അത്യാവശ്യമായിട്ട് ഒരു കുട്ടി വെള്ളം കുടിച്ചു എന്നുള്ളത് തെറ്റാണെന്നല്ല പറയണേ. വെള്ളം കുടിക്കേണ്ടത് തെറ്റാണെന്നല്ല, മറിച്ച് അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് എന്തല്ല, ശരിയല്ല. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. റെഡി? ഓക്കെ, അതൊക്കെ നോട്ട് ചെയ്ത് പോണേ, നോട്ട് ചെയ്ത് പോണം കേട്ടോ. ഓക്കെ, ഇനി വേറൊന്നും ഇല്ലെങ്കിൽ ആറാമത്തെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, കുട്ടികൾക്ക് അധ്യാപകർ എന്ത് ചെയ്യും, ഓരോ ദിവസവും വർക്ക് കൊടുക്കും. എല്ലാ ദിവസവും വർക്ക് ഉണ്ടാവും. അത് എടുത്താൽ പൊങ്ങാത്ത വർക്കൊന്നും ഉണ്ടാവില്ല. മാക്സിമം ഒരു പേജോ 1/2 പേജോ അല്ലെങ്കിൽ 2 വരിയൊക്കെ ഉണ്ടാവും. അതിന് രക്ഷിതാക്കൾ എൻ്റെ കുട്ടിക്ക് അതൊന്നും കഴിയൂല കേട്ടോ, കോഴിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, എല്ലാം കൂടി സ്കൂളിൽ തന്നെ ഇഷ്ടം പോലെ വർക്ക് ഉണ്ട്, നിങ്ങൾ സ്കൂളത്തെ വർക്ക് കുറക്കാൻ പറയാം. അവിടെ കുറേ വർക്ക് ഉണ്ടെങ്കിൽ കുറക്കാൻ പറയാം. നമ്മൾ കുറേ വർക്ക് തരൂല, 100% ഉറപ്പോടുകൂടി ഞാൻ പറയണത്, കുറേ വർക്ക് നമ്മൾ തരൂല. അത് ഞാൻ രക്ഷിതാക്കൾ അധ്യാപകരോട് അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കൂടുതൽ വർക്ക് അവർ തരൂല, വളരെ കുറഞ്ഞ വർക്കുകൾ മാത്രമേ തരുള്ളൂ. അപ്പോൾ ഉള്ള വർക്ക് നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ചെയ്തു എന്ന് ഉറപ്പ് വരുത്തണം. കുട്ടി ചിലപ്പോൾ അവിടെ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് കൊടുക്കണം എന്നില്ല. അപ്പൊ നമ്മൾ അവിടെ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ കുട്ടി അവർ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഫോട്ടോ എടുത്തിട്ട് അയച്ചു കൊടുക്കുക. അപ്പൊ ഒരു ബോധ്യപ്പെടലായി, നമ്മളെ കുട്ടി ചെയ്തു എന്നുള്ളത് നമുക്കൊരു ബോധ്യപ്പെടലായി. അത് നിങ്ങൾ അയച്ചു കൊടുക്കുമ്പോൾ രക്ഷിതാക്കൾ അധ്യാപകർക്ക് ഒരു ബോധ്യപ്പെടലാണ്. കാരണം എന്താ, രക്ഷിതാപകർ നോക്കുന്നുണ്ട്. മനസ്സിലാവുണ്ടല്ലേ? ഓക്കെ, അത് നിങ്ങൾ ഉറപ്പ് വരുത്തണം. കുട്ടികൾ വർക്ക് ചെയ്തു എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പ് വരുത്തണം. ഓക്കെ, റെഡി? 7ാമത്തെ കാര്യം, ഞാൻ കുറച്ച് വേഗത്തിലാക്കാണ്, നിസ്കാരത്തിന്റെ ടൈം അങ്ങനെ. 7ാമത്തെ കാര്യമാണ്, കുട്ടിക്ക് അനുയോജ്യമായ സ്ഥലം നിർണയിച്ചു കൊടുക്കണം. കുടുംബക്കാരെല്ലാവരും വന്നു, അവിടെ എളാപ്പാന്റെ കുട്ടികൾ, ഇവിടെ മൂത്താപ്പാന്റെ കുട്ടികൾ, അതിന്റെ അടിയിൽ ഇവിടെ വന്നിട്ട് ഇപ്പം ഇങ്ങനെ എടുക്കും. എന്നിട്ട് ഇങ്ങനെ ഓരോരുത്തരുടെ അടിയിൽ പോയിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. അതിന്റെ അടിയിൽ വീണ്ടും വരും, ആ ടീച്ചറെ ഞാൻ ഇവിടെ ഇറങ്ങി. ഈ തരത്തിൽ നമ്മൾ എന്ത് ചെയ്യരുത്, എല്ലാവരുടെ അടിയിലും ഇരുന്ന് പഠിക്കുന്ന ഒരു ശൈലി ഉണ്ടാക്കരുത്. കുട്ടിക്ക് പറ്റുന്ന ഒരു ചിലപ്പോൾ ഏതെങ്കിലും ഒരു സൈഡിലായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗം, പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ശ്രദ്ധ എത്തുന്ന സ്ഥലത്തായിരിക്കണം. ഉമ്മമാരോട് ഞാൻ പ്രത്യേകിച്ച് പറയണേ, വാപ്പ ചിലപ്പോൾ ഗൾഫിലായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തിരക്കിലായിരിക്കും, അല്ലെങ്കിൽ വീട്ടിലെത്തിയിട്ടുണ്ടാവില്ല. ഉമ്മമാര് മനസ്സിലാക്കുക, നിങ്ങൾ പണിയെടുക്കുന്നതിന്റെ അടുത്ത്, നിങ്ങൾ അടുക്കളയിൽ തന്നെ പണിയെടുക്കണം എന്നില്ല, നിങ്ങൾക്ക് ആ ഒരു 1.5 മണിക്കൂർ അല്ലെങ്കിൽ 1.25 മണിക്കൂർ എന്ത് ചെയ്യുക, നിങ്ങൾ തൽക്കാലം അവരുടെ അടുത്ത് അതിന്റെ തൊട്ടുപ്പുറത്തായിട്ട് തന്നെ നിങ്ങൾ ഇരിക്കാം. അപ്പൊ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ടീച്ചർമാർ കൃത്യമായിട്ട് ക്ലാസ് എടുക്കണുണ്ടോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് വെറുതെ ഇപ്പൊ മാസം പൈസ കൊടുക്കേണ്ടത്, ടീച്ചറൊന്നും എടുക്കണില്ലല്ലോ എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനോട് പറയാം, നമുക്കുള്ള ആ ടീച്ചർ ഒന്നും എടുക്കണില്ല, ഒരെപ്പോ വന്നു കഴിഞ്ഞാൽ ഒരു ഫോൺ കളിച്ചുകൊണ്ടിരിക്കാന്ന് പറയാം. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് പരിഹാരങ്ങൾ കാണും. ഓക്കെ, അത് ജെന്യൂൻ ആയിരിക്കണം എന്ന് മാത്രം. 2ാമത്തെ എന്താ വെച്ചാൽ, നമ്മളെ കുട്ടി പഠിക്കുന്നുണ്ട് എന്നുള്ളത്
ഉണ്ടോ ഇല്ലേ എന്നുള്ളത് കൂടി എന്ത് ചെയ്യാൻ പറ്റും, നമുക്കൊന്ന് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്യാമറ ഓൺ ആക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ നോക്കാനും പറ്റും. ഓക്കെ, റെഡി. 7ാമത്തെ കാര്യം, കുട്ടിക്ക് അനുയോജ്യമായ സ്ഥലം നമ്മൾ എന്ത് ചെയ്യണം, നിർണയിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ അനുയോജ്യമായ സ്ഥലം മാത്രമല്ല, വസ്ത്രവും അങ്ങനെ തന്നെ കേട്ടോ. നമ്മള് പിന്നെ വീട്ടിലല്ലേ എന്ന് വിചാരിച്ചിട്ട് ഒരു സിമ്മീസൊന്നും ഇട്ടിട്ട് കുട്ടികളെ ഇരുത്തരുത്. പെൺകുട്ടികളെ പ്രത്യേകിച്ചും. ആൺകുട്ടിയുടെ ട്രൗസർ മാത്രം ഇട്ടിരിക്കുക, അല്ലെങ്കിൽ ഉള്ളില് പിന്നെ വീട്ടിലിടാറുള്ള ഒരു ബനിയ മാത്രം ഇട്ടിരിക്കുക, അതൊന്നല്ല. നമ്മൾ അള്ളാന്റെ ദീന പഠിക്കണേ. അപ്പൊ അതിൻ്റെതായ ഗൗരവം നമ്മൾ കൊടുക്കണം വസ്ത്രധാരണത്തിൽ പോലും. ഇപ്പൊ ഞാനിവിടെ ഒരു പിന്നെ ഇന്നർവെയർ മാത്രം ധരിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ബനിയ മാത്രം ഇട്ടിട്ടോ ഇവിടെ നിന്ന് ക്ലാസ് എടുത്താൽ എങ്ങനെ ഉണ്ടാവും? നിങ്ങൾ പറയും ഇയാളെന്താ അത് ഒരു ദീന് പഠിപ്പിക്കണ ഒരാളത്ര മൂപ്പര് നിൽക്കണോക്കിക്ക്. ഞാൻ വീട്ടിൽ ചിലപ്പോൾ പല ഡ്രസ്സുകളും ഉണ്ടാവും. എൻ്റെ മക്കൾ കൂടെ കളിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഇതേപോലെ പിന്നെ എന്താ പറയാ ഉള്ളിൽ ബനിയന് മാത്രം ഇട്ടിട്ടാക്കാരം ചിലപ്പോൾ കളിക്കുന്നുണ്ടാവുക. അതൊന്നും ദീനിന്റെ സദസ്സിലില്ല. അത് നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. നമ്മുടെ മക്കളെ അങ്ങനത്തെ ഒരു വേഷവിധാനം കൂടി നമ്മൾ ശ്രദ്ധിക്കുക. ഞാൻ പറയുന്ന വാക്ക് കട്ടിയായി പോകുന്നില്ലല്ലോ? ഇല്ല ഇല്ല ഉസ്താദ്. ഉസ്താദെ, ആ, ഒരു വീട്ടിൽ നിന്ന് രണ്ട് കുട്ടികളുള്ളവരോ ആ. ശ്രദ്ധിക്കാൻ കുറച്ച് ഇല്ല, നിങ്ങൾക്ക് പ്രയാസം. പിന്നെ ഇടക്കൊന്ന് അവിടെ പോവുക, ഒരേ ഇടക്കൊന്ന് റൂമിൽ ഇരുത്താൻ പറ്റില്ലല്ലോ. ഒരേ റൂം ഒരിക്കലും എടുത്തരുത്. ഒരേ റൂമിൽ ഇരുത്താൻ പറ്റൂല എന്ന് മാത്രമല്ല, നിങ്ങൾ കുട്ടികളെ അടുത്തിരുന്നിട്ട് നിങ്ങൾ റീല് കാണാനും പാടില്ല. ഈ ഉമ്മാനോടല്ല പറയണത്. കഴിഞ്ഞ വർഷം ഉണ്ടായ ഒരു സംഭവം ഒരു പിന്നെ എന്താണ് ടീച്ചർ പറഞ്ഞതാ. കുട്ടി ഇങ്ങനെ ക്ലാസ് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഉമ്മ പുറത്തുനിന്ന് റീല് കണ്ടുപിടിച്ച് ചിരിച്ചാണ്. അത് ശ്രദ്ധിക്കണം എല്ലാവരും. ഉമ്മമാര് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. നമ്മളത് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ട് കുട്ടിക്ക് ഒരു ശ്രദ്ധ ഉണ്ടാവില്ല അവിടെ. കുട്ടി അവിടെ ഇരുന്ന് ഖുറാനോ, കുട്ടികളുടെ മനസ്സ് ഖുറാനേക്കാൾ കൂടുതൽ പാട്ടിനേക്കാ പോവുക. പിന്നെ നഫ്സല അമ്മാറത്തും ബിസൂന, തെറ്റിലേക്ക് ചായുന്നതാണ്. ഓക്കെ, ചുരുക്കി പറയാം. 8ാമത്തെ കാര്യം, ക്ലാസ് ഉള്ള ദിവസങ്ങളിൽ പരമാവധി യാത്രകൾ ഒഴിവാക്കുക. അത് ഫ്ലൈറ്റിലാണെങ്കിലും ബൈക്കിലാണെങ്കിലും കാറിലാണെങ്കിലും ഏത് വാഹനത്തിലാണെങ്കിലും തൽക്കാലം ആ ദിവസം അന്ന് കുട്ടികൾക്ക് ക്ലാസ് ഉണ്ട്, അല്ല അന്ന് നമുക്ക് അന്ന് വരാൻ കഴിയൂല കേട്ടോ എന്നിട്ട് പറയാൻ കഴിയണം. എന്നാൽ നിവൃത്തിയില്ലെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, വണ്ടിയിൽ ഇരുന്നിട്ട് ക്ലാസ് കേൾക്കുക. കഴിയുന്നതും ഒന്നുകിൽ ക്ലാസ്സിന് മുമ്പായിട്ട് തിരിച്ചു പോയി വരിക, അല്ലെങ്കിൽ ക്ലാസ് കഴിഞ്ഞിട്ട് പോകുക. അതല്ലെങ്കിൽ എന്താ ഉണ്ടാകുക എന്ന് വെച്ചാൽ ആ കുട്ടിക്ക് ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ, അതായത് വണ്ടിയിൽ ഇരുന്നിട്ട് ക്ലാസ് കേട്ടാൽ, ഒന്ന് ആ കുട്ടി ശ്രദ്ധിക്കൂല, കുട്ടിയുടെ ശ്രദ്ധ പോകും. 2 ആ കുട്ടിക്ക് ഒന്നും നോട്ട് ചെയ്യാൻ പറ്റൂല. 3 കുട്ടി ഇങ്ങനെ ക്യാമറ ഓണാക്കാതിരിക്കും. 4ാമത്തത് കുട്ടി ഓണാക്കി കഴിഞ്ഞാൽ തന്നെ ബാക്കിയുള്ളവരെല്ലാവരും ഇരിക്കുമ്പോൾ ഈ അധ്യാപകന്റെ പിന്നെ എന്താണ് അദ്ദേഹത്തിന്റെ ഒരു കോൺഫിഡൻസ് നഷ്ടപ്പെടും. എവിടെ ഇരുന്നിട്ടാണല്ലോ ഇപ്പൊ ഈ കുട്ടി കേൾക്കണമെന്ന് വിചാരിക്കും. അപ്പൊ അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. 9ാമത്തെ കാര്യം, നിങ്ങൾക്ക് വേണ്ടി ഒരു പാരന്റിങ് ക്ലാസ് വരുന്നുണ്ട്. നിർബന്ധമായും അത് അറ്റൻഡ് ചെയ്യണം. അത് ഒരു ദിവസമല്ല, മാസത്തിൽ ഓരോ ക്ലാസ്സുകൾ ഉണ്ടാകും. ഇനി ഒന്നിലധികം ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് അതിനനുസരിച്ച് പറയാം. ഓക്കെ, അപ്പൊ അത് ഇൻഷാ അല്ലാഹ് നിങ്ങൾ എന്ത് ചെയ്യണം, പങ്കെടുക്കുക തന്നെ വേണം. നിങ്ങൾക്ക് നോട്ട് ഉണ്ടാകും. നിങ്ങൾക്കത് ഒരു വർക്ക്ഷോപ്പ് പോലെ അല്ലെങ്കിൽ ഒരു കോഴ്സ് പോലെയാണ് നിങ്ങൾക്ക് ഉണ്ടാകുക. അത് തികച്ചും നമ്മുടെ കോഴ്സിലെ അല്ലെങ്കിൽ നമ്മുടെ മദ്രസയുടെ ഒരു എന്താ പറയാ, ഒരു രക്ഷിതാക്കൾക്ക് കിട്ടുന്ന വലിയ ഒരു ബെനിഫിറ്റ് എന്ന നിലക്ക് തന്നെയായിരിക്കും അത് മുന്നോട്ട് പോകുക കേട്ടോ. അപ്പൊ അത് നിങ്ങൾ നിർബന്ധമായും അറ്റൻഡ് ചെയ്യണം. എങ്ങനെയെന്നുള്ളതൊക്കെ നമ്മൾ ഇൻഷാ അല്ലാഹ് പിന്നീട് പറയും. ഓക്കെ, റെഡി ഇൻഷാ അല്ലാഹ്. 10ാമത്തെ കാര്യം, നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്താലും അള്ളാന്റെ ഒരു തൗഫീഖ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നമ്മുടെ മക്കളെ നമുക്ക് ഈ ലോകത്തും പരലോകത്തും ഉപകാരമുള്ള മക്കളായിട്ട് ലഭിക്കുള്ളൂ. അപ്പൊ അതിന് ആത്മാർത്ഥമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക. ഈ പറഞ്ഞ 9 കാര്യവും നമ്മൾ നോക്കിയിട്ടുണ്ട്. 10ാമത്തെ ഇല്ലെങ്കിൽ കാര്യമില്ല. 9 എണ്ണം നോക്കണം. അതിന്റെ കൂടെ 10ാമത്തത് എപ്പോഴും റബ്ബിനോട് പ്രാർത്ഥിക്കണം. ഒരു വട്ടം പ്രാർത്ഥിച്ച് നിർത്തല്ല വേണ്ടേ, എപ്പോഴും പ്രാർത്ഥിക്കണം. ഇപ്പൊ എൻ്റെ കുട്ടി നല്ല കുട്ടിയാണ്, അതുകൊണ്ട് ഇപ്പൊ പ്രാർത്ഥിക്കേണ്ടെന്നല്ല, ഇപ്പോഴും പ്രാർത്ഥിക്കുക, എപ്പോഴും പ്രാർത്ഥിക്കുക. നല്ല കുട്ടിയാണെങ്കിലും പ്രാർത്ഥിക്കുക, അല്ലെങ്കിലും പ്രാർത്ഥിക്കുക, എപ്പോഴും പ്രാർത്ഥിക്കുക. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സ്വാലിഹായ സന്താനങ്ങളാക്കി മാറ്റുമാറാവട്ടെ. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിക്കുക, അല്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം. ഇല്ല, ഓക്കെ, എന്നാൽ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു നമ്മുടെ ഒരുമിച്ച് കൂടുതൽ സ്വാലിഹായ ഒരു വിഷയം വേണം. നമ്മളെ ഈ വിഷയത്തിലല്ല, നമ്മുടെ ഈ പാഠപുസ്തകമേ ആ, തപാല് ചെയ്യുമെന്ന് പറഞ്ഞല്ല, വന്നിട്ടില്ല. അയച്ചിട്ടുണ്ട്, എത്തും. 2 ദിവസം കൊണ്ട് കിട്ടും ഇൻഷാ അല്ലാഹ്. ഓക്കെ ഓക്കെ, അതിന്റെ എല്ലാ ഇതുകളും കിട്ടിയിട്ടുണ്ട്. പേയ്മെന്റ് പറഞ്ഞില്ലായിരുന്നു. രണ്ട് കുട്ടികളുണ്ടാവുമ്പോ പേയ്മെന്റ് പറഞ്ഞിട്ട് പേയ്മെന്റ് പറയാം. നിങ്ങൾ പേടിക്കണ്ടെന്ന്, നേരത്തെ അയച്ചോളി, കുഴപ്പമില്ല.
രണ്ടാളെ ഒരുപോലെ ശ്രദ്ധിക്കാൻ പറ്റൂലല്ലോ. ആ അപ്പൊ ഈ ഹോംവർക്സ് എല്ലാം ഉണ്ടാകുമ്പോ ടീച്ചേഴ്സ് ഗ്രൂപ്പിൽ ഇടുവാ ആ എല്ലാ ഹോംവർക്കും ടീച്ചേഴ്സ് ഇടും എന്താണെന്നുള്ളത്. ചാവും വോയിസ് ആയിട്ടും എല്ലാം ആ ഇടും ഇടും. കുട്ടികളെ നമുക്ക് ഓരോ കുറേ ക്ലാസ് ഇല്ലല്ലോ. കഴിയുമ്പോഴും ഓരോ ഇടും എന്താണെന്ന് പഠിപ്പിച്ചെന്നുള്ളത് ഇടും. ഷാൽ ഉസ്താദ് ഞങ്ങൾ ലേറ്റ് ആയിട്ടാണ് മദ്രസയിൽ ചേർന്നത്. അപ്പൊ ബുക്സിന്റെ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളൊന്ന് പേഴ്സണലായിട്ട് ഒന്ന് കോണ്ടാക്ട് ചെയ്യട്ടില്ലേ? ഷാൽ ഞാൻ ഉസ്താദിന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഉസ്താദ് തന്നെ റിപ്ലൈ ഇപ്പോഴാണോ അയച്ചേ? അല്ലല്ല ഇപ്പൊ ഞാനൊരു തന്നെ ഒന്ന് മെസ്സേജ് അയക്കും. ഞാനിപ്പോ ഈ പള്ളിയിലേക്ക് പോകേണ്ടതുണ്ട്. അവിടെ ആ ഇമാമ് എന്നില്ല. അപ്പൊ എന്നെ ഓക്കെ വിളിച്ചിട്ട് നിൽക്കൊണ്ടെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ്. ഓക്കെ, നമുക്ക് എന്നാ ബാക്കി ഇൻഷാ അല്ലാ പറയാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.